വലിയ ആമുഖങ്ങളൊന്നും ഇല്ലാതെ ഇന്ന് പകൽക്കാലം എന്തൊക്കെ തുറന്നിരിക്കുകയാണ്. Something is open in this place in the name of Jesus. ദൈവത്തിന്റെ ആഴങ്ങൾ മനുഷ്യന്റെ ആഴങ്ങളിലേക്ക് വിളിക്കുന്ന പകൽക്കാലമായി ഞാൻ തിരിച്ചറിയുന്നു. When the depth of God is calling to the depth of man. അതുകൊണ്ട് കരങ്ങളെ ഒന്ന് അടിച്ച് അന്യഭാഷകളിൽ നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ലെബോറോ ശബന സലാ ചറബ ലെബോറോ ഷൈബ. മെയ് മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ദൈവം പെട്ടെന്ന് ചില കാര്യങ്ങളെ ചെയ്യുന്ന ഒരു മാസമായി പുറപ്പാട് പുസ്തകം 13-14 ഭാഗങ്ങളിൽ കാണുന്ന പോലെ 430 വർഷത്തെ അടിമത്വം കഴിഞ്ഞ് പെട്ടെന്ന് ഹല്ലേലൂയ എന്തൊക്കെയോ ചലനങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുവാനിടയായി. അന്ന് വരെ അവർ ഒരു ഫേസിലായിരുന്നു, ഒരു മോഡിലായിരുന്നു, ഒരു ഗിയറിലായിരുന്നു. പക്ഷേ എന്തൊക്കെയോ സംഭവിച്ചു. ആ ഗിയർ മാറുവാൻ തുടങ്ങി. മെയ് മാസം I want to prophesy, I want to declare and decree. പെട്ടെന്നുള്ള ദൈവത്തിന്റെ പ്രവൃത്തികൾ, ചുരുക്കത്തിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തികൾ, വേഗതയോടുകൂടെ ദൈവം പ്രവർത്തിക്കുന്ന ആ നാളുകളിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. മെയ് മാസം അത്ഭുതങ്ങളുടെ മാസമായി പ്രഖ്യാപിക്കുന്നു. This month is the month of mega miracles. നാം ഇതുവരെ അനുഭവിക്കാത്ത, ഇതുവരെ കാണാത്ത, ഇതുവരെ തൊടാത്ത, ഇതുവരെ കൈകാര്യം ചെയ്യാത്ത ആ അത്ഭുതത്തിന്റെ ഒരു തലം, that miracle dimension, that healing dimension, that dimension of signs and wonders and the supernatural. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പകരപ്പെട്ടു. ദൈവത്തിന്റെ മഹത്വം ശലോമോന്റെ ആലയത്തിൽ ഇറങ്ങിയതുപോലെ കാത്തിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് സാധാരണ കാറ്റായി അല്ല, not like ordinary wind, കൊടിയ കാറ്റായി, like a mighty rushing wind, പിളർന്ന നാവായി, with a sign and a wonder. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. ഇന്ന് ഞാൻ അത് പ്രവചിച്ച് പറയുന്നു. We are in the season of the great miraculous, of the signs and wonders. ചിലതെല്ലാം എക്സ്പ്ലോഷൻ സംഭവിക്കുന്ന രീതിയിൽ സ്ഫോടനാത്മകമായി ദൈവത്തിന്റെ പ്രവൃത്തികൾ നടക്കുന്ന ഒരു മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ആ വലിയ സ്പർശനം, ആ ദൈവ മഹത്വം, ദൈവ സാന്നിധ്യത്തിന്റെ ആഴം 120 പേരുടെ മേൽ, അപ്പോസ്തലന്മാരുടെ മേൽ, കൂടിയിരുന്ന ജനത്തിന്മേൽ വന്നപ്പോൾ അവർ സാധാരണ ലെവലിൽ നിന്ന് അസാധാരണ ലെവലിലേക്ക് അവരങ്ങ് ഷിഫ്റ്റ് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. I want to prophesy. മെയ് മാസം അതുകൊണ്ട് കരമടിച്ച് പരിശുദ്ധാത്മാവിനെ നമുക്കൊന്ന് സ്വീകരിക്കാം. Let's just welcome. ഇത് സ്വർഗ്ഗത്തിന്റെ വേദിയായി മാറിയിരിക്കുകയാണ്. ഇത് ദൈവ പ്രവൃത്തികളുടെ വേദിയായി മാറിയിരിക്കുകയാണ്. ഇത് അത്ഭുതങ്ങളുടെ വേദിയായി മാറിയിരിക്കുകയാണ്. ഇത് ദൈവത്തിന്റെ ദൂതന്മാർ ഉലാടുന്ന ഒരു സ്ഥലമായി തീർന്നിരിക്കുകയാണ്. സൗഖ്യത്തിന്റെ ദൂതന്മാർ, വിടുതലിന്റെ ദൂതന്മാർ, അഭിഷേകം ചെയ്യുന്ന ദൂതന്മാർ, യുദ്ധത്തിന്റെ ദൂതന്മാർ നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷകൾ ചെയ്യുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ നാം കാണുന്നു, സുന്ദരം എന്ന ഗോപുരത്തിൽ 40 വർഷക്കാലം ചേഞ്ച് ഇല്ലാതെ ചലനങ്ങൾ, അറ്റക്കാലുകൾ, ഭിക്ഷ മാത്രം ഹല്ലേലൂയ ഒരു നിത്യവൃത്തിയാക്കി മാറ്റിയ ഒരു മനുഷ്യന്റെ ജീവിതം രൂപാന്തരപ്പെടുന്ന ഒരു സംഭവബഹുലമായ ഒരു ദൈവ പ്രവൃത്തി നടക്കുവാൻ ഇടയായിട്ടുണ്ട്. 40 വർഷം ജന്മനാ മുടന്തനായ ഈ മനുഷ്യൻ ഹല്ലേലൂയ അപ്പോസ്തലന്മാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ, കുറച്ച് പൈസ കിട്ടിയാൽ ഞങ്ങൾ സംതൃപ്തിയാകും, എനിക്ക് സംതൃപ്തിയാകും എന്നൊക്കെ ചിന്തിച്ച് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. ആ കരം ഉയർത്തിയെന്ന് പറയാം. ഹല്ലേലൂയ അങ്ങനെ ഒരു തലത്തിലേക്ക്, അങ്ങനെ ഒരു സ്റ്റേജിലേക്ക്, അങ്ങനെ ഒരു തലത്തിലേക്ക് നാം കയറി വന്നിരിക്കുകയാണ്. തരുവാൻ ഞങ്ങൾക്ക് വെള്ളിയും പൊന്നുമില്ല. പക്ഷേ പത്രോസ് അപ്പോസ്തലൻ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞതുപോലെ പക്ഷെ ചിലതുണ്ട് തരുവാൻ. ഇന്ന് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, വെള്ളിയും പൊന്നും തരുവാനില്ല, പക്ഷെ ഒന്നുണ്ട്, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ തരുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ രോഗശക്തികളുടെ മേൽ, ഹല്ലേലൂയ രോഗവ്യാധികളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത ആധിപത്യം വെളിപ്പെടുന്ന ഒരു സീസണായി ഇത് മാറുകയാണ്. So I declare and decree God's supernatural spiritual divine dominion over sickness and infirmities. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ ഒന്നുണ്ട്, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അതൊരു വാർത്തയായി തീർന്നു, അതൊരു ചലനമായി തീർന്നു, ആർക്കും പിടിച്ചു നടക്കുവാൻ കഴിയാത്ത ഒരു വലിയ മെഗാ മൂവ് ആയി തീർന്നു. ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് God that you do something so big, so great, so indelible, so undeniable. പ്രിയജനമേ, യേശുവിന്റെ അടുക്കൽ ആ മുടന്തനായ ആ പക്ഷവാതക്കാരനെ കൊണ്ടുപോയപ്പോൾ അവൻ തന്നെയല്ല 4 പേര് അവനെ പൊക്കിക്കൊണ്ട് പോകുകയാണ്. ഹല്ലേലൂയ. പാസ്റ്ററിന്റെ ഹൃദയത്തിൽ ദൈവം വലിയ ഒരു ഭാരം, ഒരു വലിയ ദൗത്യമാണ് നൽകിയിരിക്കുന്നത്. May this be a day when we launch out into the great dimensions of the healing miracle ministry of the Lord Jesus Christ of Nazareth. Hallelujah. ഞാൻ വിശ്വസിക്കുന്നത് തന്നെ ഞാൻ സംസാരിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. Something has shifted. കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ പാസ്റ്റർ ദൈവിക സൗഖ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും അനേകർ ദൈവിക സൗഖ്യം പ്രാപിക്കുകയും ഭൂതങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും ഒക്കെ ചെയ്ത ഒരു ട്രാക്ക് റെക്കോർഡ് പാസ്റ്ററിനുണ്ട്. ഒരു മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്തു അടുത്ത ഒരു മൈൽ സ്റ്റോണിൽ വന്ന് നിൽക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്നു. ഞാൻ അതിന്റെ ഒരു ഒരുക്കത്തിലാണ്. I am in a preparation for the next mighty move of God that will touch, hallelujah, the nation of India and the nations of the world in the name of Jesus Christ of Nazareth. In the രോഗത്തിന്റെ മേൽ, വ്യാധികളുടെ മേൽ, എല്ലാ ബലഹീനതകളുടെ മേൽ, എല്ലാ ദുരാത്മ പൈശാചിക രോഗബന്ധനങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്ന ഒരു കാലമായി ഇത് തീരും. രോഗികൾ സൗഖ്യമാകുന്ന കാലമായി, അത്ഭുതങ്ങൾ നടക്കുന്ന കാലമായി, വിടുതലുകൾ സംഭവിച്ച കാലമായി, തലമുറകളായി ചുമക്കുന്ന ചില നുഖങ്ങൾ അഴിഞ്ഞു മാറുന്ന ഒരു
Hallelujah. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ പ്രവർത്തിക്കുന്നു. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരങ്ങളെ അടിച്ച് നിങ്ങളൊന്ന് ഏറ്റെടുക്കണമേ. May you receive your miracle. May you receive your healing. May you receive. Praise be to God. Hallelujah. Amen. Amen. Hallelujah. 2026 നാം വീണ്ടും കേൾക്കുന്ന പോലെ 2026 is a year of kingdom dominion. ദൈവരാജ്യത്തിന്റെ ആധിപത്യം ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ ദൈവം നിയോഗിച്ചാക്കിയിരിക്കുന്ന ഒരു വർഷമാണ്. This is the year of kingdom dominion. കഴിഞ്ഞ 4 മാസങ്ങൾ ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ, വെളിപ്പാടുകൾ, സത്യങ്ങൾ ഒക്കെ നാം ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും അയവർക്കൊക്കെ ചെയ്യുവാൻ ഇടയായി തീർന്നു. എന്ന് ദൈവം എന്നെ ഒരു ദൗത്യവുമായാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. I want to declare this month of May 2026 that God wants us to take deeper and higher into divine dominion over sickness and infirmities. Hallelujah. ഇന്നത്തെ ദൂതിന്റെ തലക്കെട്ട് dominion over sickness and infirmities. Hallelujah. രോഗവ്യാധികളുടെ മേൽ ദൈവിക ആധിപത്യം. Hallelujah. കരമുയർത്തി നമുക്ക് നല്ല ആമേൻ പറയാം. Amen. നിങ്ങൾ പ്രതികരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു ആമേൻ പറഞ്ഞ കൈ ഒന്ന് പൊക്കി നിങ്ങൾ പ്രതികരിച്ചാൽ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് അത്ഭുതം നടക്കും. Amen. Amen. ആ സ്പോട്ടിൽ വിടുതലുകൾ നടക്കും. Hallelujah. ആ സ്പോട്ടിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ദൈവപ്രവർത്തികൾ നടക്കും. Amen. Hallelujah. അതുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കണമെന്ന് ദയവായി ഞാൻ ഓർപ്പിക്കുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന് 1-5 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. കഴിഞ്ഞ ഞായറാഴ്ച നാം ടെറ്റലിസ്റ്റായി യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ കാൽവരി ക്രൂശിൽ നിന്ന് യേശു മുഴക്കിയ മൊഴികളെ കുറിച്ച് നാം കേൾക്കുവാൻ ഇടയായിത്തീർന്നു. 7 മൊഴികൾ, 7 words, 7 statements, 7 words of Jesus. അതിനെക്കുറിച്ച് നാം ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. പ്രത്യേകിച്ച് 6-ാമത്തെ മൊഴി, the 6th statement of Jesus. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ it is finished. ടെറ്റലിസ്റ്റായി എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്. അപ്പാ ഞാൻ സകലതും നിവൃത്തിയാക്കി. മനുഷ്യന്റെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും ഭൂമിയിൽ വീണ്ടും ദൈവത്തിന്റെ ആധിപത്യം, ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ദൈവത്തിന്റെ ആധിപത്യത്തെ, ദൈവരാജ്യത്തിന്റെ ആധിപത്യത്തെ വീണ്ടും ഭൂമിയിൽ നിവൃത്തിയാക്കുവാനുള്ള വില ഞാൻ കൊടുത്തു തീർത്തു. മണവാട്ടിയെ, പ്രിയേ, നിന്നെ വീണ്ടെടുക്കുവാനുള്ള വില ഞാൻ കൊടുത്തു തീർത്തു എന്ന് TPT ട്രാൻസ്ലേഷനിൽ നാം വായിക്കുവാൻ ഇടയായി തീർന്നു. നിവൃത്തിയായി, it is finished. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-5 വരെയുള്ള വാക്യത്തിൽ നമുക്ക് അപ്പോസ്തലനായ പൗലോസ് ദൈവമക്കളോട് എഴുതുന്ന ആ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യെസ്. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ഹല്ലേലൂയ. സഹോദരന്മാരെ, നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം അല്ലെങ്കിൽ വാക്ചാതുര്യം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ സാക്ഷ്യം പ്രഖ്യാപിക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്. യെസ്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ For I determined to know nothing among you save Jesus Christ and him crucified. ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. Yes. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ അടുക്കൽ വന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടത്. എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. That your faith should not stand in the wisdom of man but in the power of God. 4-ാം വാക്യം. And my speech and my preaching was not with enticing words of man's wisdom but in the demonstration of the Spirit and power. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. ദൈവശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമ വെളിപ്പാടുകളുടെ ഉന്നത വെളിപ്പാടുകൾ പ്രാപിച്ച ദൈവത്തിന്റെ അപ്പോസ്തലനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. പുതിയ നിയമത്തിന്റെ ഭൂരിഭാഗം ലേഖനങ്ങളും വെളിപ്പാടുകളും പ്രാപിച്ച ഒരു വലിയ അപ്പോസ്തലനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ആഴമായ നിഗൂഢമായ മറഞ്ഞു കിടക്കുന്ന ക്രിസ്തുവിന്റെ മർമ്മങ്ങൾ, ദൈവത്തിന്റെ മർമ്മങ്ങൾ, ദൈവരാജ്യത്തിന്റെ സത്യങ്ങൾ, തത്വങ്ങൾ, മർമ്മങ്ങൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ഉപദേശിക്കപ്പെടുകയും ചെയ്ത അപ്പോസ്തലനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. പക്ഷെ കൊരിന്തിൽ വന്നപ്പോൾ താൻ പറയുകയാണ്, 1 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം അധ്യായം 2-ാമത്തെ വാക്യം, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. TPT translation. I determined not to know anything except Christ and him crucified. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അറിയാം, ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് എനിക്ക് പ്രസംഗിക്കാം, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ ഉപദേശിക്കാം. പക്ഷെ ഞാനങ്ങ് നിർണയിച്ചു, ഞാനങ്ങ് തീരുമാനിച്ചു, എന്റെ ഉള്ളിൽ ഞാൻ അങ്ങനെ നിശ്ചയിച്ചു. And I want to preach Christ and him crucified. My brothers and sisters, when I first came to proclaim to you the secrets of God, I refused to come as an expert trying to impress you with my elegant speech and lofty wisdom. For while I was with you, I was determined
to be consumed with one topic: Jesus, the crucified Messiah. Hallelujah. ഒറ്റ ടോപ്പിക്. Hallelujah. എന്താ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ വന്നപ്പോൾ എന്താണ് താങ്കൾ അങ്ങനെ ഒരു തീരുമാനം നിർണയമെടുത്തത്? അതിന് കാരണമുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായം പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രകളിൽ അനേക സ്ഥലങ്ങളിൽ പോയി, തെസ്സലോനിക്ക സഭയിൽ പോയി, തെസ്സലോനിക്കയിൽ പോയി, അവിടുന്ന് ബീരിയയിൽ വന്നു, അത് കഴിഞ്ഞ് താൻ ഏഥൻസിൽ വന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായം. അങ്ങനെ പൗലോസ് അവരുടെ നടുവിൽ നിന്ന് പോയി ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. അവരിൽ അരയോപഗസ്ഥനായ ദിയോനോസിനോടും ദമരീസ് എന്ന പേരുള്ള ഒരു സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു. ഏഥൻസിൽ പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷയുടെ അവസാനത്തെ റിസൾട്ട്, ചില വ്യക്തികൾ ഏഥൻസിൽ കർത്താവിലേക്ക് വന്നു. സാധാരണ പൗലോസ് അവിടെ പോയാലും പൗലോസ് എവിടെ ശുശ്രൂഷിച്ചാലും അവിടെ ഉണർവുകൾ നടക്കും. കൂട്ടമായി ജനം കർത്താവിനെ അറിയുവാൻ ഇടയായിത്തീരും. സുവിശേഷം വളരെ ശക്തിയോടെ പ്രസംഗിക്കപ്പെടും. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി അവിടെ വെളിപ്പെടും. ഒന്നെങ്കിൽ അവിടെ ഉണർവുണ്ടാകും, അല്ലെങ്കിൽ അവിടെ വലിയ പ്രതികൂലങ്ങളും വലിയ പീഡനങ്ങളും ഉണ്ടായി പൗലോസ് അപ്പോസ്തലനെ അടിച്ച് എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തിൽ നിന്ന് ഓടിച്ചു കളയുന്ന ഒരു അനുഭവം ആയിരുന്നു പതിവ്. പക്ഷെ ഏഥൻസിൽ വന്നപ്പോൾ 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെസ്. അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു. ഏഥൻസിൽ പോയപ്പോൾ അത് വ്യത്യസ്തമായ, തെസ്സലോനിക്കയിൽ ഇല്ലാത്ത ഒരു പശ്ചാത്തലം, ഒരു സാഹചര്യം, ഒരു അനുഭവം, ബീരിയയിൽ കാണാത്ത ഒരു സാഹചര്യം. ആ സ്ഥലം ബിംബങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പൗലോസിന്റെ ഹൃദയത്തിൽ എന്താ സംഭവിച്ചത്? ഭയങ്കരമായി. He was greatly provoked while Paul waited for them at Athens. His spirit was stirred, was troubled, was greatly provoked in him because he saw the city wholly given to idolatry. അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. പൗലോസ് അപ്പോസ്തലന്റെ പതിവ് പോലെ തന്നെ വെറുതെ ഇരിക്കാറില്ല. അവിടെ പോകും, പട്ടണങ്ങളിലും തെരുവുകളിൽ പോയി ജനത്തെ കണ്ട് അവരോട് സുവിശേഷം പറഞ്ഞ് അവരോട് വാഗ്വാദം ചെയ്ത് സുവിശേഷത്തെ അവിടെ പ്രഖ്യാപിക്കുന്ന ഒരു ജീവിത ശൈലിയായിരുന്നു. Therefore disputed he in the synagogue with the Jews and with the devout persons in the marketplaces daily with them that met with him. ദിനംതോറും ഹല്ലേലൂയ, യേശുവാണ് കർത്താവ്, യേശുവാണ് ക്രിസ്തു, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് താൻ സംവാദിച്ചു വന്നു. എപ്പിക്യൂര്യരും സ്തോയിക്കരുമായ, പക്ഷെ അവിടുത്തെ പ്രത്യേകത ഏഥൻസിൽ ഉള്ളവരെല്ലാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ഭയങ്കര ഇന്റലക്ച്വൽസ് ആയിരുന്നു, തത്വജ്ഞാനികളാണ്, ഫിലോസഫേഴ്സ് ആണ്. എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്യാൻ, ഡിസ്കസ് ചെയ്യാൻ ഒക്കെ വലിയ ആഗ്രഹവും താല്പര്യവും കാണിക്കുന്നവരായിരുന്നു എഥേനിയക്കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ പതുക്കെ ആ സ്റ്റൈലിലേക്ക് വരുവാനിടയായിത്തീർന്നു. യെസ്, 18-ാം വാക്യം. യെസ്. എപ്പിക്യൂര്യരും സ്തോയിക്കരുമായ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു, ഈ വിടുവായൻ എന്തു പറവാൻ പോകുന്നു എന്ന് ചിലരും, അവൻ യേശുവിനെയും പുനരുത്ഥാനത്തെയും പ്രസംഗിക്കൊണ്ട് ഇവൻ അന്യ ദേവതകളെ ഘോഷിക്കുന്നവൻ എന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു. അവിടെ വായിക്കുമ്പോൾ ഇവർക്കെല്ലാം ഭയങ്കര ഉത്സാഹം, ആഗ്രഹമാണ്. പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ, തത്വചിന്തകൾ അറിയണം. അപ്പോൾ അതിന്റെ മധ്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, പുനരുത്ഥാനത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു. പിന്നെ പതുക്കെ ഭയങ്കരമായി ആഴമായി പൗലോസ് അപ്പോസ്തലൻ അവരോട് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്, ചില ദൂതുകൾ കൈമാറുകയാണ്. അജ്ഞാത ദൈവത്തിന് വേണ്ടി ഒരു ഓൾട്ടറും അവിടെ പണിയപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി ബിംബങ്ങളുണ്ട്, പക്ഷേ ഒരു ഓൾട്ടറിന്റെ പേര് an altar to the unknown God. അപ്പോൾ അതിനെ പിടിച്ച് പൗലോസ് അപ്പോസ്തലൻ വലിയ ഒരു പ്രസംഗം പ്രസംഗിക്കുകയാണ്. നിഗൂഢമായി ആഴമായി എഥേനിയക്കാരോട് അവരുടെ ആ ലെവലിൽ ഫിലോസഫിക്കലായി അവരോട് സംസാരിക്കുകയാണ്. അടുത്ത വാക്യം. പിന്നെ അവനെ പിടിച്ച് അരയോപക കുന്നിന്മേൽ കൊണ്ടുചെന്ന്, നീ പ്രസ്താവിക്കുന്ന ഈ നവീനോപദേശം, നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ, അത് എന്ത് എന്നറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. വലിയ ആഗ്രഹത്തോടും താല്പര്യത്തോടൊക്കെ ഇങ്ങനെ പുതിയ കാര്യങ്ങൾ കേൾക്കണം അവർക്ക്. 21. എന്നാൽ അഥേനരൊക്കെയും അവിടെ വന്ന് പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാൻ അല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല. പൗലോസ് അരയോപക മധ്യേ നിന്ന് പറഞ്ഞത്, അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. ഒരു വേദിക്കല്ല്. അത് കഴിഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുകയാണ്. ആഴമായ ഗാഢമായ ദൈവത്തിന്റെ സത്യങ്ങൾ എങ്ങനെയാണ്, സ്തോത്രം, ഹല്ലേലൂയ. ആ ഭാഗങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൗലോസിന്റെ ജ്ഞാനത്തെ കാണാം. എങ്ങനെയാണ് ദൈവം സകല മനുഷ്യരെയും സൃഷ്ടിക്കുകയും ഒരു മനുഷ്യനാൽ ജാതികളെ സൃഷ്ടിക്കുകയും ദൈവം മനുഷ്യന്റെ കൈകളാൽ നിർമ്മിക്കുന്ന ദൈവാലയങ്ങളിലല്ല വസിക്കുന്നത് എന്നുള്ള ഒത്തിരി കാര്യങ്ങൾ അവരോട് സംസാരിക്കുകയാണ്. അവരെല്ലാം കേട്ടു, അവരെല്ലാം നല്ലത് എന്ന് പറഞ്ഞു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെണ്ണീറ്റു എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത യവനന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജ്ഞാനം മതി. ജ്ഞാനത്തിന്റെ വാക്കൽ ജ്ഞാനം ഇഷ്ടപ്പെടുന്നവരാണ്. ബുദ്ധിപരമായ, ലോജിക്-പരമായ തത്വചിന്തയിൽ അടങ്ങിയിരിക്കുന്ന ആ ലോജിക് ഫിലോസഫി അവർക്ക് ഭയങ്കര കാര്യമാണ്. യേശു ഉയർത്തെണ്ണീറ്റു എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഭൂരിഭാഗം ആൾക്കാരും ഇവന് ഭ്രാന്താണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് പൗലോസിനെ തിരസ്കരിക്കുകയാണ്, തന്റെ മെസ്സേജ് തിരസ്കരിക്കുകയാണ്. അതിനിടയിൽ 33-ാമത്തെ വാക്ക്. അങ്ങനെ പൗലോസ് അവരുടെ നടുവിൽ നിന്ന് പോയി ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു. അവരിൽ അരയോപഗസ്ഥനായിരുന്ന ദിയോനോസിയോനോടും ദമരീസ് എന്നു പേരുള്ള ഒരു സ്ത്രീയും മറ്റും ചിലരും ഉണ്ടായിരുന്നു. അപ്പോൾ ഏഥൻസിലുള്ള ശുശ്രൂഷയുടെ അവസാനം ഒരു റെസിസ്റ്റൻസ് താൻ ഫേസ് ചെയ്തു.
താൻ ഉദ്ദേശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തി ഏഥൻസിൽ നടക്കാതെ വന്നത് തന്റെ ഹൃദയത്തിൽ അതൊരു ഭാരമായി, അതൊരു ധ്യാനമായി. കുറച്ചുപേർ കർത്താവിനെ അറിഞ്ഞു. പക്ഷേ what happened to God in Athens? What happened in Athens? എന്താണ് ഏഥൻസിൽ സംഭവിച്ചത്? എന്താണ് ഹൃദയങ്ങൾ കഠിനമായിരുന്നത്? എന്താണ് ഹൃദയങ്ങൾ തുറക്കാതിരുന്നത്? എന്താണ് അവിടെ ഉണർവ് നടക്കാതിരുന്നത്? ആ ഹൃദയത്തിന്റെ ചിന്തയോടും ധ്യാനത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ ഞുറുങ്ങിയ ഹൃദയത്തോടാണ് താൻ കൊരിന്തിൽ വന്ന് നിൽക്കുന്നത്. 1 കൊരിന്ത്യർക്കെതിരെ 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. കൊരിന്തിൽ വന്ന് താൻ വീണ്ടും യേശുവിനെ പ്രസംഗിക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് തന്നെ ഹേമിച്ച് തന്നെ വീണ്ടും ആ ഫോക്കസിലേക്ക് കൊണ്ടുവരികയാണ്. ആമേൻ. യെസ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. പൗലോസിന് പലത് പ്രസംഗിക്കാം. അസാധാരണമായ ദൈവശക്തിയും അഭിഷേകത്തിന്റെയും ഒരു സ്രോതസ്സായി പൗലോസ് മാറുകയാണ്. പട്ടണങ്ങൾ തോറും താൻ സഞ്ചരിച്ച് സഭകളെ സ്ഥാപിക്കുകയാണ്. ദൈവദാസന്മാരെ ഉളവാക്കുകയാണ്. ശക്തമായ ദൈവസഭകൾ, വലിയ അത്ഭുതങ്ങൾ, വലിയ ദൈവപ്രവൃത്തികൾ. പക്ഷേ ഏഥൻസിൽ എനിക്ക് മനസ്സിലായി something happened. താൻ പ്രസംഗിച്ചതിന് കുറവല്ല, താൻ പ്രസംഗിച്ചത് തെറ്റായി പോയതുകൊണ്ടല്ല. പക്ഷേ എവിടെയോ ഒരു റീകാലിബ്രേഷൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിന്റെ ഉള്ളിൽ കൊണ്ടുവരികയാണ്. ക്രൂശിന്റെ വചനം, for the preaching of the cross is foolishness to those who perish, but to us who are saved is the power of God. ഈ പുതിയ തത്വങ്ങൾ നാം അന്വേഷിച്ചു പോകണ്ട, പ്രസംഗത്തിന്റെ വാക്ചാതുര്യം കൂട്ടണ്ട, ദൈവശക്തിക്ക് വേണ്ടി അവിടെയും ഇവിടെയും അലയണ്ട, പരിശുദ്ധാത്മാവ് ശക്തിയോട് പരിവർത്തിക്കുവാൻ വണ്ടടിച്ചു നിൽക്കണ്ട. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം ടിബിറ്റിലും ഉണ്ട്. പൗലോസ് പറയുകയാണ്, ക്രൂശിന്റെ വചനം for the message of the cross is foolishness. നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. നമുക്ക് ദൈവശക്തിയുമാകുന്നു. 1 കൊരിന്ത്യർ 1:18 ടിബിറ്റിയിൽ to preach the message of the cross seems like sheer nonsense to those who are on the way to destruction. റോമൻ സാമ്രാജ്യത്തിൽ, റോമാ സമയങ്ങളിൽ, യേശു ജീവിച്ച ആ സമയത്ത് ക്രൂശ് എന്ന് പറയുമ്പോൾ ഏറ്റവും നിന്ദിക്കപ്പെട്ട, ഏറ്റവും worst ക്രിമിനലായി ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ശിക്ഷയാണ്. There is no glamour, there is no glory, there is nothing wonderful about the cross. ക്രൂശ് എന്ന് പറയുമ്പോൾ ഏറ്റവും നിന്ദിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും മോശമായ കുറ്റകൃത്യം ചെയ്യുന്ന ഒരു ക്രിമിനലിന് കൊടുക്കുന്ന ശിക്ഷയാണ്. പക്ഷെ പൗലോസ് പറയുകയാണ്, ആ ക്രൂശിൽ യേശു ചെയ്തെടുത്ത പ്രവൃത്തിയെ തന്നെ ദൈവം മനുഷ്യർക്ക് ഭോഷത്വമെങ്കിൽ, മനുഷ്യർക്ക് അത് പിടിയിട്ടില്ലെങ്കിലും, മനുഷ്യർക്ക് അത് നോൺസെൻസ് ആണെങ്കിലും വിശ്വസിക്കുന്ന നമുക്ക്, but to us who are being saved, it is the mighty power of God released within us. ക്രൂശിൽ കർത്താവ് തികച്ചെടുത്ത ആ ദൈവ പ്രവൃത്തിയെ കുറിച്ച് നാം ചിന്തിക്കുവാൻ, അത് ഗ്രഹിക്കുവാൻ, അത് അയവിറക്കുവാൻ, അത് ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് വീണ്ടും ഒന്ന് സ്വീകരിക്കുവാൻ, ഞാൻ നിവൃത്തിയാക്കി. It is finished. പാപത്തിന്റെ ആ ശിക്ഷ കർത്താവ് കാൽവരി ക്രൂശിൽ പൂർണ്ണമായി നിവർത്തിച്ചു, കൊടുത്തു തീർത്തു. Jesus paid the price for my sin completely and totally on the cross. പാപത്തിന്റെ ശിക്ഷയുടെ വില യേശു പൂർണ്ണമായി കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി കൊടുത്തു തീർത്തു. അതുകൊണ്ട് പാപത്തിന് എന്റെ മേൽ എന്തില്ല? ആധിപത്യമില്ല, കർത്തൃത്വമില്ല. ഹല്ലേലൂയ. പാപത്തിന്റെ ആസക്തികൾക്ക് എന്റെ മേൽ എന്തില്ല? ആധിപത്യമില്ല, കർത്തൃത്വമില്ല. ക്രൂശിൽ അത് കർത്താവ് നിവർത്തിച്ചെടുത്തു. എന്റെ പാപത്തിന്റെ ശിക്ഷയുടെ വില യേശു ക്രൂശിൽ കൊടുത്തു തീർത്തു. പഴയ മനുഷ്യനെ ക്രൂശിൽ കർത്താവ് എന്നേക്കും ഇല്ലായ്മ ചെയ്തു. എന്റെ ജീവിതത്തിൽ പാപത്തിന്റെ ആസക്തികളിൽ ലൗകികമായി ദൈവത്തോട് മർദ്ദലിച്ച് ജീവിക്കുന്ന പിശാചിന്റെ ആധിപത്യം, പിശാചിന്റെ സ്വാധീനമുള്ള ആ പഴയ ആദാമ്യ സ്വഭാവത്തെ ദൈവം എന്ത് ചെയ്തു? കർത്താവ് എന്ത് ചെയ്തു? ക്രൂശിൽ എന്നേക്കും കർത്താവ് കൈകാര്യം ചെയ്തു. ഹല്ലേലൂയ. It is finished. It is finished. Hallelujah. അവിടെ നിന്ന് ദൈവം ഒരു പ്രവൃത്തി ചെയ്തു എന്ന് മാത്രമല്ല. ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നമുക്ക് വിരോധമായി നീ കുറ്റക്കാരനാണ്, നീ പാപിയാണ്, നീ ദൈവത്തോട് മർദ്ദലിപ്പിലാണ് എന്ന് നമ്മെ കുറ്റം ചുമക്കുന്ന ന്യായ പ്രമാണത്തിന്റെ ശബ്ദത്തെ, നമ്മുടെ എതിരെ വാദിക്കുന്ന പിശാചിന്റെ ശബ്ദത്തെ, the accuser of the brethren, നമ്മെ നിരന്തരമായി ദൈവത്തിന് മുമ്പാകെ കുറ്റം വിധിക്കുന്ന പിശാചിനെ, അപവാദിയെ, നമുക്ക് വിരോധമായി നിന്ന ന്യായ പ്രമാണത്തെ, നമുക്ക് വിരോധമായ എല്ലാ കയ്യെഴുത്തുകളെയും ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. നമുക്ക് വിരോധമായ എല്ലാ കയ്യെഴുത്തുകളെയും മാറ്റി എന്ന് മാത്രമല്ല, നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് നമ്മെ അടിമകളാക്കി, നമ്മുടെ മേൽ അടിമത്വം കൊണ്ടുവരുന്ന, നമ്മെ ക്രൂരമായി പീഡിപ്പിക്കുന്ന, ആസക്തികളിലാക്കുന്ന എല്ലാ പൈശാചിക വാഴ്ചകളെയും അധികാരങ്ങളെയും കാൽവരി ക്രൂശിൽ കർത്താവ് ആയുധവർഗം വെപ്പിച്ചു.
പ്രാപിച്ചു. അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. Hallelujah. അവരെ പരസ്യ കാഴ്ചയാക്കി മാറ്റി. Amen. Hallelujah. Jesus won the victory over the forces of Satan and demonic powers. ഭയങ്കര സത്യമാണ്, ഭയങ്കര വെളിപ്പാടാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി ഒരു ശക്തി ഇറങ്ങുന്നു. പൗലോസ് അപ്പോസ്തലൻ റീകാലിബ്രേറ്റ് ചെയ്യുകയാണ്. ഉണർവ് നടന്നാലും നടന്നില്ലേലും, ദൈവപ്രവർത്തികൾ നടന്നാലും നടന്നില്ലേലും, ജനം ഹൃദയം കഠിനമാക്കിയാലും കഠിനമാക്കിയില്ലെങ്കിലും ഞാൻ എന്റെ മെസ്സേജ് മാറ്റുകയില്ല. For I know that's the focus, that's the central point. Hallelujah. അവിടുന്നാണ് ദൈവത്തിന്റെ ജീവനും ശക്തിയും പരിശുദ്ധാത്മാവിന്റെ ഉണർവിന്റെ കാറ്റ്. ക്രൂശൻ നമുക്ക് വിരോധമായ സകല കയ്യെഴുത്തുകളെയും യേശു മാറ്റി. നമ്മുടെ മേൽ പോരാടുന്ന, നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന, ക്രൂരമായി പീഡിപ്പിക്കുന്ന സകല പൈശാചിക ദുരാത്മ മണ്ഡലങ്ങളെയും യേശു കാൽവറിയിൽ തോൽപ്പിച്ചു. We have won the victory in Christ. രോഗ ആധിപത്യങ്ങളുടെ മേൽ, രോഗ വ്യാധി ശക്തികളുടെ മേൽ, ദുരാത്മ ശക്തികളുടെ മേൽ ഒരു ജയം യേശു ജയിച്ചു. അതുകൊണ്ട് ഒരു ദൈവിക ആധിപത്യം നമുക്ക് വേണ്ടി ദൈവം തുറന്നിരിക്കുകയാണ്. കാൽവറിയിൽ യേശു തകർന്നത്, കാൽവറിയിലെ യാഗത്തിൽ എന്താ സംഭവിച്ചത്? യേശു പൈശാചിക മണ്ഡലങ്ങളെ തോൽപ്പിച്ചു, പരാജയപ്പെടുത്തി, ഒരു ജയം നേടി എടുത്തു എന്ന് മാത്രമല്ല, അവിടുന്ന് ഒരു ശക്തി ഒഴുകുകയാണ്. That is the power. That's a mighty power of God. അവിടുന്ന് ഒരു ശക്തി ഒഴുകുകയാണ്. ജീവിതത്തിൽ വാഴുവാൻ, രോഗ വ്യാധി ശക്തികളുടെ മേൽ ഒരു ജയം അനുഭവിക്കുവാൻ, രോഗത്തിന്റെ ആധിപത്യങ്ങളെ തകർക്കുവാൻ ഒരു ശക്തി ഒഴുകുകയാണ്. ആമേൻ. അതുകൊണ്ട് ക്രൂശിൽ യേശു നമ്മുടെ പാപങ്ങളുടെ വില കൊടുത്തു തീർത്തു എന്ന് മാത്രമല്ല, പൂർണ്ണമായി നമ്മുടെ പാപത്തിന്റെ വില കൊടുത്തു തീർത്ത് നമ്മെ നിഷ്കളങ്കരായി, നമ്മെ കുറ്റമില്ലാത്തവരായി, നമ്മെ നീതിമാന്മാരായി, നമ്മെ വിശുദ്ധന്മാരായി, ദൈവത്തിന്റെ ഓമന പുത്രന്മാരായി മാറ്റി എന്ന് മാത്രമല്ല, യേശു കാൽവരി ക്രൂശിൽ രോഗത്തിന്റെ ആ വില കൊടുത്തു തീർത്തു. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു ഇരിക്കുന്നു. ഹല്ലേലൂയ. യേശു നമ്മുടെ രോഗങ്ങളെ ചുമന്നു കാൽവരി ക്രൂശിൽ. ഹല്ലേലൂയ. യേശു നമ്മുടെ പാപത്തിന്റെ വില മാത്രമല്ല, പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, ദൈവം രോഗത്തിന്റെ വില. ഹല്ലേലൂയ. ഈ മാസം മൊത്തവും ഹല്ലേലൂയ രോഗത്തിന്റെയും വ്യാധികളുടെ മേലുള്ള കർത്താവിന്റെ ആധിപത്യത്തെ ആണ് പ്രസംഗിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ ക്രൂശിൽ നിന്ന് ഒഴുകുന്ന ദൈവിക സൗഖ്യത്തിന്റെ ഒരു ആഴം, ഒരു അത്ഭുതം. അതുകൊണ്ട് തന്നെ രോഗികളായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വിടുതലാണ്, നിങ്ങൾക്ക് സൗഖ്യമാണ്. നിങ്ങൾ ദൈവവചനത്തിന്റെ സത്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുകയാണ്. ഒരു ശക്തി ഇവിടെ ഒഴുകുകയാണ്. ക്രൂശിന്റെ പ്രവൃത്തിയിലൂടെ ദൈവം തികച്ചെടുത്ത the finished work of cross is releasing a power. കർത്താവ് ക്രൂശിൽ തികച്ചെടുത്ത ആ ദൈവ പ്രവൃത്തിയിൽ നിന്ന് ഒരു ദൈവിക ശക്തി നിന്റെ രോഗത്തിന്റെ മുഖത്തെ തകർക്കുവാൻ, നിന്റെ വ്യാധികളുടെ മുഖത്തെ തകർക്കുവാൻ, നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കുവാൻ ഒരു ശക്തി ഒഴുകുകയാണ്. അതുകൊണ്ട് ക്രൂശിൽ കർത്താവ് രോഗത്തിന്റെ വില പൂർണ്ണമായി കൊടുത്തു തീർച്ചതുകൊണ്ട് ഒരു കുറ്റത്തെയും രണ്ട് പ്രാവശ്യം വിധിക്കേണ്ട ആവശ്യമില്ല. അത് അന്യായമാണ്. ഒരു കുറ്റത്തിന് വേണ്ടിയും രണ്ട് പ്രാവശ്യം നാം പിഴ കൊടുക്കേണ്ട ആവശ്യമില്ല. No penalty needs to be paid twice. ഒരു ശിക്ഷയ്ക്ക് ഉള്ള പെനാൽറ്റി രണ്ട് പ്രാവശ്യം കൊടുത്തു തീർക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം കൊടുത്താൽ it's complete, it's finished. ഒരു കുറ്റത്തിന് വേണ്ടി രണ്ട് പ്രാവശ്യം പണിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം കർത്താവ് ക്രൂശിൽ നിന്ന് തെറ്റിലിസ്റ്റായി എന്ന് വിളിച്ചു പറയുമ്പോൾ രോഗത്തിന്റെ വില, ഞാൻ മക്കളെ, മണവാട്ടിയെ, ദൈവമക്കളെ, ദൈവജനമേ, രോഗത്തിന്റെയും വ്യാധിയുടെയും വില ഞാൻ ക്രൂശിലേറ്റ് വാങ്ങി. അതുകൊണ്ട് നിങ്ങൾ ആ വില കൊടുക്കേണ്ട ആവശ്യമില്ല. You can go free, you can be healed, you can be delivered, you can live a life of divine health. Healing is the birthright of every child of God. എല്ലാ ദൈവത്തിൽ നിന്ന് ജനിച്ച പുത്രന്മാരുടെയും പുത്രിമാരുടെയും ജന്മാവകാശമാണ്. Healing is the birthright of every child of God. Hallelujah. Yes, no penalty needs to be paid twice. He paid the price for you. കർത്താവ് ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി ആ വില കൊടുത്തു നിവൃത്തിയാക്കി. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും രോഗം വാഴുന്നുണ്ടെങ്കിൽ, രോഗത്തിന്റെ ആധിപത്യങ്ങൾ ഉണ്ടെങ്കിൽ, ആ ശക്തിയോട്, ആ റിപ്പോർട്ടുകളോട് നിങ്ങൾക്ക് പറയാം, എന്റെ യേശു കാൽവരിയിൽ കൊടുത്തു തീർത്തതുകൊണ്ട് രോഗമേ, വ്യാധിയെ, ദുരാത്മ ശക്തികളെ, പൈശാചിക ശക്തികളെ, എന്റെ മേൽ നിന്റെ ആധിപത്യം കട്ടായി. No penalty needs to be paid twice. No punishment needs to be punished twice. Jesus has paid the price for us. മത്തായിയുടെ സുവിശേഷം 4:23-25 വരെ നമ്മൾ ഈ കർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും പാസ്റ്റർ, എന്താണ് പാസ്റ്റർ ദൈവിക സൗഖ്യത്തെക്കുറിച്ച്, വിടുതലിനെ കുറിച്ച് എത്രമാത്രം പാസ്റ്റർ പ്രസംഗിക്കുന്ന എത്രയോ കാര്യങ്ങൾ പാസ്റ്റർ പ്രസംഗിക്കാം. I don't want to change the ministry of Jesus. I don't want to change the message of Jesus. യേശുവിന്റെ മെസ്സേജും യേശുവിന്റെ മിനിസ്ട്രിയും ഞാൻ മാറ്റുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അത് അനുകരിക്കുവാൻ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 4:23-24. Pastor, why do you preach on divine healing and deliverance? Because healing is an essential and integral part of the gospel. സുവിശേഷത്തിന്റെ കാതലായ ഭാഗമാണ് രോഗസൗഖ്യം. ദൈവിക സൗഖ്യം, ദൈവിക വിടുതലും സത്യ സുവിശേഷത്തിന്റെ ഒരു എക്സ്ട്രാ അല്ല, ഒരു ആഡ് ഓൺ അല്ല. അതുകൂടി ഉണ്ടെങ്കിൽ നല്ലത് അല്ല, അങ്ങനെയല്ല. Healing is an
an essential and integral part of the gospel. May 2026 we praise Christ crucified who paid the price for our sins and for our sickness. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട അടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവനായ യേശു നമ്മുടെ പാപത്തിനും ഒരേപോലെ തന്നെ നമ്മുടെ രോഗത്തിനും വേണ്ടിയുള്ള വില കർത്താവ് കൊടുത്തു തീർത്തു. Healing is in the atonement. എന്ന് പറഞ്ഞാൽ കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നതിൽ, കർത്താവ് ക്രൂശിൽ പൂർത്തീകരിച്ച ആ ദൈവ പ്രവൃത്തിയിൽ നമ്മുടെ രക്ഷ മാത്രമല്ല, പാപത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ല, നിത്യജീവൻ മാത്രമല്ല, സൗഖ്യം അതിന്റെ വലിയ ഒരു ഭാഗമാണ്. Healing is in the atonement. Healing is an essential and integral part of the gospel of Jesus Christ. You cannot preach the Savior without preaching the healer Christ. നാണയത്തിന്റെ ഒരു വശം രക്ഷിക്കുന്ന യേശുവാണെങ്കിൽ നാണയത്തിന്റെ മറ്റൊരു വശമാണ് സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന, ശാപങ്ങളെ മുറിക്കുന്ന, ജീവിതത്തിൽ വാഴുവാൻ നിന്നെ ആക്കി തീർക്കുന്ന, ആധിപത്യം നൽകുന്ന ഒരു യേശു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അടിമത്തത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല, പരാജയത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല, രോഗബന്ധനത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല, ശാപക്കെട്ടുകളിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. The price is paid. Healing is God's will. Hallelujah. ഈ ചിന്തിക്കുവാൻ നാം പഠിക്കുവാൻ പോകുന്ന ഈ ഭാഗത്തിൽ നിന്ന് ഒക്കെ നാം തിരിച്ചറിയുന്നത് കർത്താവിന്റെ ജീവിതം നമുക്ക് മാതൃകയാണ്. കർത്താവ് തന്റെ പവർ വെളിപ്പെടുത്തുവാൻ ഭൂമിയിൽ വന്നതല്ല, പിതാവിന്റെ ഇഷ്ടത്തെ, പിതാവിന്റെ ഹിതത്തെ, സ്വർഗത്തെ, ദൈവരാജ്യത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ, പിതാവിനെ വെളിപ്പെടുത്തുവാൻ. This is our God. This is our Father. This is how heaven is. ഇങ്ങനെയാണ് സ്വർഗം. സ്വർഗത്തിൽ രോഗമില്ല, സ്വർഗത്തിൽ വ്യാധികളില്ല, സ്വർഗത്തിൽ ബലഹീനതകളില്ല, സ്വർഗത്തിൽ ശാപങ്ങളില്ല. ഹല്ലേലൂയ. നിങ്ങൾ സത്യം അറിയുകയും ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും, ആരെങ്കിലും രോഗത്തിന്റെ നുഖത്തിന് കീഴിലാണെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് വെളിപ്പാടും ദൈവശക്തിയായി പരിണമിക്കുകയാണ്. ഹല്ലേലൂയ. ഈ മീറ്റിംഗിന്റെ ഇടയിൽ തന്നെ, ഈ സർവീസിന്റെ ഇടയിൽ തന്നെ രോഗവ്യാധികളുടെ മേൽ ദൈവത്തിന്റെ ആ കരം ശക്തിയോടെ ഇറങ്ങുകയാണ്. അർത്രൈറ്റിസിന്റെ മേൽ, സന്ധി സംബന്ധമായ രോഗത്തിന്റെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആ ശക്തി ഒഴുകുകയാണ്. There is an anointing, ഒരു ദൈവശക്തിയും ദൈവത്തിന്റെ അഭിഷേകം അർത്രൈറ്റിസിന്റെ രോഗത്തിൽ നിന്ന്, സന്ധികളെ ബാധിച്ചിരിക്കുന്ന, എല്ലുകളെ, അസ്ഥികളെ ബാധിച്ചിരിക്കുന്ന ആ രോഗ നുഖത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വതന്ത്രമാകാം. ആവശ്യമുള്ളവരെ കൈ ഉയർത്തി, God, I take it, I take it, I take it, I take it in the name of Jesus. ഇന്ന് രോഗത്തിന്റെയും വ്യാധികളുടെയും ദുർഭൂത ശക്തികൾ, ദുരാത്മ ശക്തികൾ ശ്വാസം മുട്ടുകയാണ്. നിങ്ങൾ അസ്വസ്ഥരായി തോന്നും. ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ രോഗത്തിന്റെ അടിമത്തത്തിലാക്കിയിരിക്കുന്ന ആ ദുരാത്മാക്കൾ അസ്വസ്ഥമാക്കും. എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സൗഖ്യം ആവശ്യമുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ സമയം. Receive it in the name of Jesus. Hallelujah. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യം. Yes. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഗലീലയിലൊക്കെയും യേശു ചുറ്റി സഞ്ചരിക്കുകയാണ്. യോഹന്നാന്റെ കൈകളാൽ സ്നാനപ്പെട്ട്, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം വായിക്കാം. കർത്താവ് യോഹന്നാന്റെ കൈകളാൽ സ്നാനപ്പെടുകയാണ്. സ്വർഗം തുറന്ന് യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഒന്ന് ആവശ്യിക്കുകയാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുക. This is my beloved son. സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവത്തിന്റെ ഒരു ശബ്ദം, എന്റെ പ്രിയപുത്രനാണ്, ഇവന് ചെവി കൊടുക്കുക. Listen to him, hear you him. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ കർത്താവ് തന്റെ ഈ അനുഭവത്തെ ഒരു ആലയത്തിൽ പോയി താൻ പറയുകയാണ്. എന്തിനാണ് ദൈവത്തിന്റെ ആത്മാവ് തന്റെ മേൽ വന്നത്? എന്തിനാണ് പിതാവ് തന്നെ ഭൂമിയിൽ അയച്ചത്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ, കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അവന്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്, the spirit of the Lord is upon me. യേശു തന്റെ ദൗത്യം പറയുകയാണ്, തന്റെ അസൈൻമെന്റ് പറയുകയാണ്. എന്തിനാണ് പിതാവ് തന്നെ ഭൂമിയിലേക്ക് അയച്ചത്? എന്തിനാണ് താൻ കാൽവറിയിലേക്ക് കടന്നുപോയി കാൽവറിയിലെ ജയം താൻ ജയിക്കുവാൻ താൻ പ്ലാൻ ചെയ്യുന്നത്? തന്റെ മാൻഡേറ്റ് കർത്താവ് വ്യക്തമാക്കുക. യഹോവയുടെ ആത്മാവിന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും, ബദ്ധന്മാർക്ക് വിടുതൽ ഉയർത്തി. ദൈവിക ആധിപത്യത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ആമേൻ. ഹല്ലേലൂയ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിച്ച് പാപത്തിൽ കിടക്കുന്ന, അന്ധകാരത്തിൽ കിടക്കുന്ന ജനം, ഹല്ലേലൂയ, ദൈവത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വന്ന് അവർ വീണ്ടും ജനിച്ച് നിത്യജീവൻ പ്രാപിച്ച് പുതിയ സൃഷ്ടികളായി പാപം ക്ഷമിച്ച് അവർ ദൈവത്തിന്റെ മക്കളായി തീരണമെന്ന് ദൈവത്തിന്റെ വലിയ ആഗ്രഹമാണ്. ഹല്ലേലൂയ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ. അതിന്റെ രണ്ടാമത്തെ പോയിന്റ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്തിനാണ് പിതാവാം ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തത്? യെസ്. ബദ്ധന്മാർക്ക് വിടുതലും, ബോണ്ടേജിൽ കിടക്കുന്നവർക്ക്, ചെങ്ങലകളിൽ കിടക്കുന്നവർക്ക്, പൈശാചിക നുഖങ്ങളിൽ കിടക്കുന്നവർക്ക് വിടുതൽ. Hallelujah. To preach the gospel to the poor, he has sent me to heal the broken hearted. Yes. കുരുടന്മാർക്ക് കാഴ്ചയും, കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും, പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിന്റെ മാൻഡേറ്റ് വളരെ ക്ലിയർ ആണ്. കർത്താവിന്റെ ഫോക്കസ് വളരെ ക്ലിയർ ആണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ, പീഡിതന്മാരെ
ദുഃഖിതരെ വിട്ടയക്കുവാൻ, to heal the broken hearted, ബന്ധനത്തിലുള്ളവരെ വിടുവിക്കുവാൻ, to set the captives free. Hallelujah. ദൈവസഭയെ തലയായ യേശു ക്രിസ്തുവിന് പിതാവാം ദൈവം കൊടുത്ത ദൗത്യം ഇതാണെങ്കിൽ, ഇന്ന് കർത്താവിന്റെ മണവാട്ടി സഭയായി, ദൈവത്തിന്റെ ശരീരമായി, ഇന്ന് ഭൂമിയിൽ ദൈവത്തിന്റെ ശരീരമായി ദൈവം നമ്മെ ആക്കി വെച്ചെങ്കിൽ ആ മാൻഡേറ്റുകൾക്ക് മാറ്റം വന്നിട്ടില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പേ തലയായിരിക്കുന്ന യേശു ക്രിസ്തു അത് ചെയ്തുവെങ്കിൽ ദൈവസഭയ്ക്കും അതേ ദൗത്യമാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ, Hallelujah. കുരുടന്മാരുടെ കണ്ണുകളെ തുറക്കുവാൻ, ബദ്ധന്മാർക്ക് വിടുതൽ കൽപ്പിക്കുവാൻ, to set the captives free. മത്തായിയുടെ സുവിശേഷം 4-23-24 വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും സഞ്ചരിക്കുകയാണ്. ഗലീലയിൽ അവിടെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ചുറ്റി സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവന്റെ ശ്രുതി സുറിയയിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പ്രവേശിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. ഇത് കേവലം ഒരു മെസ്സേജ് അല്ല, കേവലം ഒരു ബൈബിൾ പഠനമല്ല. ഈ ദൈവസഭയിലേക്കും ആത്മമണ്ഡലത്തിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ശുശ്രൂഷ, തലയുടെ ശുശ്രൂഷ, യേശു ക്രിസ്തു ആകുന്ന ആ തലയുടെ ശുശ്രൂഷകളെ തന്റെ ശരീരമാകുന്ന ദൈവസഭയ്ക്ക് കൈമാറിയിട്ടാ പോയത്. കർത്താവിന്റെ നാമത്തിൽ ദൈവസഭയെ ഞാൻ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. ദൈവിക ശുശ്രൂഷമാരെ അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഹൃദയം ചുമക്കുവാൻ, ആ വിളി ചുമക്കുവാൻ, ആ അസൈൻമെന്റുകൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരുടെ മേൽ കർത്താവിന്റെ ഒരു അനുഗ്രഹത്തെ സംസാരിക്കുന്നു. പട്ടണങ്ങളും ഗ്രാമങ്ങളും ചുറ്റി സഞ്ചരിച്ച് ഗലീലയിൽ യേശു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പഠിപ്പിക്കുകയും പിന്നെ പ്രസംഗിക്കുകയും പിന്നെ അവിടെയുള്ള സകല വ്യാധിക്കാരെയും സകല ദീനക്കാരെയും കർത്താവ് സൗഖ്യമാക്കുകയും നാനാ വ്യാധിക്കാരെയും ഭൂതഗ്രസ്തരെയും, every kind of disease, every kind of sick, every kind of people who were demonized. അതെ, മെയ് മാസം 2024 ഞാൻ പ്രവചിച്ച് കർത്താവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ദൈവത്തിന്റെ സഭ ആ നിലവാരങ്ങളിലേക്ക് വളർന്നു വരുന്ന പടിപടിയായി ദൈവം അഭിഷേകം ചെയ്ത് അങ്ങനെ ഒരു സ്ഥലമായി, അങ്ങനെ ഒരു സെന്ററായി യേശുവിന്റെ ഊരിൽ, സിയോൻ പട്ടണത്തിൽ, ഭാരതത്തിൽ, കേരളത്തിൽ, ഭാരതത്തിൽ രാജ്യങ്ങളിൽ വിളങ്ങുവാൻ ഉള്ള സമയമാണ്. അപ്പോൾ കർത്താവ് ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചു, കർത്താവ് ദൈവരാജ്യം സുവിശേഷിച്ചു, പ്രസംഗിച്ചു. അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല. കർത്താവ് രോഗികളെ, വ്യാധികളുള്ളവരെ, ഭൂതഗ്രസ്തരെ സകലരെയും കർത്താവ് സൗഖ്യമാക്കുകയും വിടുവിക്കുകയും, ഇതിലൂടെ ദൈവരാജ്യത്തിന്റെ മേന്മ, superiority and the supremacy of the kingdom of God, ദൈവരാജ്യത്തിന്റെ ആ സുപ്രീമസിയെ, ആ മേന്മയെ, അധികാരത്തെ, ആധിപത്യത്തെ വിളംബരം ചെയ്യുകയാണ്, പ്രദർശിപ്പിച്ച് കാണിക്കുകയാണ്. That the kingdom of God, ദൈവത്തിന്റെ രാജ്യം പൈശാചിക രാജ്യത്തെക്കാൾ, പൈശാചിക രോഗ ആധിപത്യത്തെക്കാൾ വലുതാണ്, പവർഫുൾ ആണ് എന്ന് താൻ വെളിപ്പെടുത്തുകയാണ്. പെട്ടെന്ന് മത്തായിയുടെ സുവിശേഷം 8-9 the book of Matthew chapter 8 and 9. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിന്റെ ഒത്തിരി പ്രസംഗങ്ങൾ, 5-7 പേരെ പ്രഭാഷണം വളരെ വിവരിച്ച് ദൈവജനത്തോട് സംസാരിച്ച ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾ, സംസ്കാരങ്ങൾ, സത്യങ്ങൾ എല്ലാം പഠിപ്പിച്ച ആ ഭാഗങ്ങളാണ്. 4-ാം അധ്യായത്തിൽ കർത്താവ് ഗലീലയിലേക്ക് സഞ്ചരിച്ച് ദൈവരാജ്യം സുവിശേഷിക്കുകയാണ്, രോഗികളെ സൗഖ്യമാക്കുകയാണ്. 5-ാം അധ്യായത്തോടെ 7 വരെ ഒരു മലമുകളിൽ തന്റെ ശിഷ്യന്മാരോട് ദൈവരാജ്യത്തിന്റെ ജീവൻ, സംസ്കാരം, അവിടുത്തെ ചട്ടങ്ങൾ, പ്രമാണങ്ങൾ അത് പഠിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായമായപ്പോൾ വീണ്ടും കർത്താവ് ഇറങ്ങിത്തിരിക്കുകയാണ്. ബൈബിളിൽ ഈ 2 അധ്യായങ്ങൾ, മാത്യു ചാപ്റ്റർ 8 and verse 9, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം, 9-ാം അധ്യായം, they are the chapters on divine heal, ദൈവിക സൗഖ്യത്തിന്റെ പ്രാധാന്യതയെ യേശുവിന്റെ ശുശ്രൂഷയിൽ, യേശുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിൽ കർത്താവ് തികച്ചെടുത്ത ഒരു വലിയ ദൈവിക ആധിപത്യത്തിന്റെ വിളംബരമാണ് ഈ അധ്യായങ്ങളിൽ കാണുന്നത്. പെട്ടെന്ന് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് നാം ഇവിടെ കാണുന്നത് 1-2 രോഗവ്യാധികളിൽ നിന്നുള്ള സൗഖ്യം, വിടുതലല്ല. ഇവിടെ പരിശുദ്ധാത്മാവ് മത്തായിലൂടെ, സുവിശേഷങ്ങളിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിന്റെ ജീവിത ശൈലിയാണ്, കർത്താവിന്റെ മിനിസ്ട്രിയുടെ ഫോക്കസ് ആണ്, കർത്താവിന്റെ ശുശ്രൂഷകളെ വരച്ചു കാട്ടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാരെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. വലിയ പുരുഷാരം. 5-ാം അധ്യായം തൊട്ട് 7-ാം അധ്യായം വരെ മലമുകളിലാണ്, നോൺ സ്റ്റോപ്പ് ദൈവരാജ്യത്തിന്റെ പഠനങ്ങളാണ്, ഉപദേശങ്ങളാണ്. ആത്മാവിൽ ദരിദ്രരായവർ അവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളതാണ്. Blessed are the poor in spirit. ആഴമായ ഗാഢമായ ദൈവരാജ്യത്തിന്റെ സത്യങ്ങൾ പഠിപ്പിച്ച് ഉപദേശിച്ച ശേഷം മലമുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു വലിയ പുരുഷാരം കർത്താവിനോട് കൂടെ നടക്കുകയാണ്. എന്താ കർത്താവ് ചെയ്യുന്നത്? അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് പറഞ്ഞു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ആദ്യത്തെ സൗഖ്യമാണ്. ഈ അധ്യായം പഠിക്കുമ്പോൾ നാം കാണുന്ന അവിടെ 4 വ്യക്തിപരമായ സൗഖ്യങ്ങളും ഒരു കൂട്ട സൗഖ്യവും അവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. This is the chapter on divine healing. ആ ദൈവരാജ്യത്തിന്റെ ദൈവിക സ്പിരിച്വൽ ഡൊമിനിയൻ, രോഗത്തെ
രോഗത്തിന്റെ മേൽ, വ്യാധികളുടെ മേൽ, ദുരാത്മശക്തികളുടെ മേലുള്ള ദൈവത്തിന്റെ ആധിപത്യത്തെ വർണ്ണിക്കുന്ന, യേശു വിളംബരം ചെയ്തതും യേശു വരച്ചു കാട്ടിയതും തന്റെ സഭയ്ക്ക് കൈമാറിയതുമായ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ദൈവമേ, ഈ ഭാഗമൊക്കെ നാം ചിന്തിക്കുമ്പോൾ, നാം ഗ്രഹിക്കുമ്പോൾ, സ്വന്തം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഒരു സത്യം വെളിപ്പെട്ട് വരണം. ഹല്ലേലൂയ. രോഗം ദൈവത്തിന്റെ ദാനം അല്ല, വ്യാധികൾ നമ്മുടെ കൂടപ്പിറപ്പുകൾ അല്ല. You must declare war with sickness. രോഗത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തികച്ചെടുത്ത ആ ദൈവ പ്രവൃത്തിയിൽ, ഹല്ലേലൂയ, അവിടെ ദൈവത്തിന്റെ ശക്തി നമുക്ക് വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്നു. വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, വിശ്വസിക്കുന്ന ഒരു ദൈവസഭയിലേക്ക്, വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് ദൈവത്തിന്റെ ആ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ജീവനും ശക്തിയും അത് ഒഴുകുവാൻ തുടങ്ങും. പൈശാചിക രോഗ ആധിപത്യങ്ങൾ തകരും. അത് ദൈവിക സൗഖ്യത്തിന്റെ ഒരു പ്രദർശനശാലയായി മാറും. Apostolic Living Faith Church നോക്കി ഞാൻ പ്രവചിക്കുന്നു, hallelujah, it's time that the church rises up and becomes a display center of the divine healing miracle power of God for the miracle mystery. ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന ആ ശുശ്രൂഷയെ വിളംബരം ചെയ്യുന്ന, പ്രഖ്യാപിക്കുന്ന ജനകോടികൾക്ക് ആശ്വാസമായിരിക്കുന്ന ഒരു സ്ഥലമായി ദൈവം നമ്മെ, ഈ ദൈവസഭയെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഒരു രോഗത്തിനും, ഒരു വ്യാധിക്കും, ഒരു നുകത്തിനും, ഒരു പൈശാചിക വ്യാധിക്കും, ഒരു ബലഹീനതയ്ക്കും, ഒരു രോഗത്തിനും നിൽക്കുവാൻ കഴിയാതെ ഒരു ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ ഒരു മിറക്കിൾ ഹീലിംഗ് സോണായി ദൈവം ഇതിനെ മാറ്റുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ സത്യം നമുക്ക് ആയുധങ്ങളാണ്, ഇത് വെളിച്ചമാണ്, ഇത് വെളിപ്പാടുകളാണ്. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ സത്യത്താൽ അടിസ്ഥാനപ്പെട്ടിരുന്നാൽ പരിശുദ്ധാത്മാവിന്റെ ചലനം പെട്ടെന്ന് നടക്കുവാനിടയായി തീരും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം ആദ്യത്തെ അത്ഭുതം എന്താ നടക്കുന്നത്? ഒരു കുഷ്ഠരോഗി, 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ. കുഷ്ഠരോഗിയാണ്. ഓരോ സൗഖ്യത്തെ കുറിച്ച് ധാരാളമായി നാം കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിന്റെ ഹിതമാണെങ്കിൽ നീ എന്നെ സൗഖ്യമാക്കണം. കർത്താവ് എന്താ പറയുന്നത്? അവൻ കൈ നീട്ടി അവനെ തൊട്ടു. യേശു കൈ നീട്ടി തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വീണ്ടും വിളംബരം ചെയ്യുന്നു, ദൈവമേ, എന്നെ സൗഖ്യമാക്കുവാൻ അങ്ങേക്ക് ഇഷ്ടമുണ്ടോ? അങ്ങ് കരുണ തോന്നുമോ? കാൽവരി ക്രൂശിലെ യാഗത്തിന്റെ വെളിച്ചവും വെളിപ്പാടും നൽകിയ ദൈവമൈതലേ, ദൈവജനമേ, നീ നിനക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല, നീ ഭയക്കേണ്ട ആവശ്യമില്ല, നീ കൺഫ്യൂഷൻ നിൽക്കേണ്ട ആവശ്യമില്ല. നിന്റെ സിറ്റുവേഷൻ, നിന്റെ രോഗത്തിന്റെ അവസ്ഥ എത്ര ഗുരുതരമാണെങ്കിലും, ഹല്ലേലൂയ, നിന്റെ രോഗം എത്ര മൂർച്ഛിച്ചുപോയെങ്കിലും, നീ മരണാസന്ന നിലയിലാണെങ്കിലും, ഇന്ന് ദൈവവചനത്തിന്റെ സത്യം നിന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചാൽ, എനിക്ക് മനസ്സുണ്ട് നിന്നെ സൗഖ്യമാക്കുവാൻ. ജനം തിരസ്കരിച്ചു. കാൽവറിയിൽ നിന്ന് തെറ്റ്ലിസ്റ്റായി എന്ന്, നിവൃത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ യേശു പറയുക, മോനെ, മകനെ, അപ്പാ, അമ്മ, ദൈവജനമേ, എനിക്ക് മനസ്സുണ്ട്. നീ സൗഖ്യമാകണമെന്നാണ് എന്റെ ഇഷ്ടം, എന്റെ ഹിതം. ഞാൻ കൈ നീട്ടാൻ റെഡിയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ കുഷ്ഠരോഗികൾ ജനത്തിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് വരാൻ പെർമിഷൻ ഇല്ല. അശുദ്ധൻ എന്ന് വിളിച്ചു പറയണം. ഇവൻ വന്നാൽ തന്നെ, കുഷ്ഠരോഗി വന്നാൽ തന്നെ എല്ലാം അശുദ്ധമായി. തൊട്ടാലോ സ്തോത്രത്തിന്റെ പോക്കാണ്. പക്ഷേ യേശു പിതാവാം ദൈവത്തിന്റെ യാഹ്വേ റാഫ, 7 ഉടമ്പടി നാമങ്ങളിൽ ആദ്യത്തെ ഉടമ്പടി നാമമായി ഇസ്രായേൽ ജനത്തിന് വെളിപ്പെടുത്തിയ യഹോവ റാഫയായവൻ തന്റെ പുത്രനിലൂടെ തന്റെ കൈ നീട്ടുകയാണ്. ഹല്ലേലൂയ. എനിക്ക് മനസ്സുണ്ട്. ഇന്ന് രോഗവ്യാധികളോട് യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, എന്റെ ജനത്തെ വിട്ടുപോകുവാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. രോഗമേ, പൈശാചിക ദാരിദ്ര്യം, നുകമേ, നിനക്ക് എന്റെ ജനത്തിന്മേൽ കർത്തൃത്വമില്ല. ആമേൻ, ആമേൻ, ആമേൻ. ആദ്യത്തെ സൗഖ്യം, കുഷ്ഠരോഗി സൗഖ്യമാകുക. ഞാൻ പറയുന്നു, പ്രവചിക്കുന്നു, നമ്മുടെ മധ്യത്തിൽ ഇതുപോലുള്ള കുഷ്ഠരോഗികൾ നമുക്കറിയാം. ഇന്ന് കേരളത്തിലും ഭാരതത്തിലും കുഷ്ഠരോഗികൾ വളരെ കുറവാണ്. നമ്മുടെ മെഡിക്കൽ സയൻസ് അത്രയും പുരോഗമിച്ചു. പക്ഷേ കുഷ്ഠരോഗികൾ സൗഖ്യമാക്കുന്ന ഒരു സഭയായി അങ്ങനെ ഒരു പേര് വരും. എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നു? ഈ 4 പക്ഷപാതക്കാരനെ ചുമന്നതുപോലെ നിങ്ങളും പാസ്റ്ററിനോടുകൂടെ ഈ ആത്മഭാരത്തെ, ഈ ദൈവിക ദൗത്യത്തെ ഒന്ന് ചുമക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർ കരങ്ങളെ ഒന്ന് ഉയർത്തി ഹല്ലേലൂയ, സ്തോത്രം. കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്ന ഒരു സ്ഥലമായി, സ്കിൻ അലർജികൾ സൗഖ്യമാകുന്ന, സോറിയാസിസ് സൗഖ്യമാകുന്ന, മാറാത്ത സ്കിൻ ക്യാൻസറുകൾ സൗഖ്യമാകുന്ന, ത്വക്ക് സംബന്ധമായ, I speak it in the name of Jesus. ഇന്ന് ത്വക്ക് സംബന്ധമായ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കണമേ. ഇന്ന് നിങ്ങളുടെ മേൽ, നിങ്ങളുടെ ത്വക്കിന്മേൽ, നിങ്ങളുടെ സ്കിന്നിന്മേൽ ദൈവത്തിന്റെ ഒരു സൗഖ്യം ഓൺലൈനിൽ കൂടെ കാണുന്ന പ്രിയപ്പെട്ടവരെ, I speak in the name of Jesus and I come against that foul demon spirit that oppresses you in the name of Jesus. Be healed in Jesus name. Hallelujah. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ സൗഖ്യം എന്താണ്? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കാം. 8-ാം അധ്യായം 5-ാമത്തെ വാക്യം. യെസ്. അവൻ കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. 100 പട്ടാളക്കാരുടെ മേൽ അധിപതിയായ ഒരു മനുഷ്യൻ കർത്താവിനോട് ഒന്ന് പറയാം, കർത്താവേ, എന്റെ വീട്ടിലുള്ള ജോലിക്കാരൻ അവൻ ഗുരുതരമായ ഒരു രോഗം പിടിച്ച് മരിക്കാറായി മരണാസന്ന നിലയിൽ കിടക്കുകയാണ്, അങ്ങൊന്ന് വരണമേ. Jesus said unto him, I will come and heal him. ഇന്ന് ഹല്ലേലൂയ, ആർക്കെങ്കിലും ഹല്ലേലൂയ ഏതെങ്കിലും രോഗവ്യാധികൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നീ അങ്ങോട്ട് വരികയല്ല, യേശു നിന്റെ അടുക്കലേക്ക് വന്ന് നിന്നെ സൗഖ്യമാക്കുവാൻ, ഹല്ലേലൂയ, ആ ഹൃദയവും മനസ്സും, Jesus will come.
കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർന്ന യേശു നമ്മോട് വിളിച്ചു പറയുന്ന ആ ക്രൂശ് നമ്മോട് വിളിച്ചു പറയുക, നാം അങ്ങോട്ട് വരുന്നതിന് ഹല്ലേലൂയ, യേശു നമ്മുടെ അടുത്തോട്ട് വരുവാൻ മനസ്സ് കാണിക്കുന്ന യേശുവാണ്. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളൊന്ന് തുറന്നാൽ, നമ്മുടെ വിശ്വാസ കണ്ണുകളൊന്ന് തുറന്നാൽ, കാൽവരിയിൽ നിന്ന് നമുക്ക് വേണ്ടി ഒഴുകുന്ന ആ ദൈവിക സൗഖ്യത്തെയും വിടുതലിനെയും നാം ഒന്ന് കണ്ടാൽ, ഹല്ലേലൂയ, യേശു പറയുക, ഞാൻ വരാം, ഞാൻ നിന്നെ സൗഖ്യമാക്കും. ജീസസ് said unto him, I will come. പക്ഷേ ഈ ശതാധിപൻ പറയുക, യേശുവേ, എന്റെ ഭവനത്തിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക്, അങ്ങ് വരണ്ട, അങ്ങ് ബാലിക്കാരനൊക്കെ മേൽ കൈവെക്കൊന്നും വേണ്ട. ഞാൻ അധികാരത്തെ നന്നായി തിരിച്ചറിയുന്നു. എനിക്കറിയാം അങ്ങക്ക് രോഗശക്തികളുടെ മേൽ, രോഗവ്യാധികളുടെ മേൽ, പൈശാചിക രോഗശക്തികളുടെ മേൽ അങ്ങക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. അതുകൊണ്ട് നീ എന്റെ തലയിൽ ഒന്നും കൈവെക്കേണ്ട ആവശ്യമില്ല. എന്റെ ബാല്യക്കാരന്റെ കയ്യിലൊന്നും അങ്ങോട്ടൊന്നും വരേണ്ട. ഭവനത്തിലുണ്ട് അങ്ങ് എന്ത് ചെയ്താൽ മതി? ഒരു വാക്ക്. 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവറിയിൽ നിന്ന് ആ വാക്ക് എനിക്കും നിനക്കും വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു. ഞാൻ രോഗത്തിന്റെ ആ വില കൊടുത്തു തന്നിരിക്കുന്നു. I paid the price for sickness in full. നീ ഒരു വാക്ക് വരെ കാത്തു നിൽക്കണ്ട, നിനക്ക് വേണ്ടി ആ വാക്ക് വന്നിരിക്കുകയാണ്. ആരെങ്കിലും അത് വിശ്വസിച്ച് ഏറ്റെടുക്കുമോ? That word has come. That healing word has come. സൗഖ്യത്തിന്റെ ആ ഒരു വാക്ക് നിന്റെ ലൈഫിലേക്ക് വരികയാ. എത്ര പേര് ഒന്ന് പിടിച്ചെടുക്കും? ഇന്ന് നിനക്ക് വിടുതല, നിന്റെ കുടുംബത്തിൽ വിടുതല, നിന്റെ മക്കൾക്ക് വിടുതലാണ്, നിന്റെ സമൂഹത്തിൽ വിടുതലാണ്. And I believe God. That word. യേശു പറയാ, ഇത്ര വലിയൊരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ കണ്ടിട്ടില്ല. മൂന്നാമത്തെ സൗഖ്യം, മത്തായിയുടെ സുവിശേഷം 8-13 വാക്യം. യെസ്. പിന്നെ യേശു ശതാധിപനോട് പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരൻ സൗഖ്യമാകും. ഇന്ന് ഞാൻ പ്രവചിച്ചു പറയുന്നു, ആ നാഴിക നമുക്ക് വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിനക്ക് വന്നിരിക്കുന്നു. അങ്ങനെ വിശ്വസിച്ച് പറയാൻ, ആ നാഴിക വന്നിരിക്കുന്നു. ഇത് എന്റെ നാഴികയാണ്, എന്റെ സൗഖ്യത്തിന്റെ നാഴികയാണ്. This is my time. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8-14 വാക്യം. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറേ, മൂന്നാമത്തെ സൗഖ്യം, ആദ്യത്തെ കുഷ്ഠരോഗി സൗഖ്യമാകുന്നു. ഇതാ മരണാസന്ന നിലയിൽ കിടക്കുന്ന ശതാധിപന്റെ ഹല്ലേലൂയ ബാല്യക്കാരൻ സൗഖ്യമാകുന്നു. മൂന്നാമത്തെ രോഗവ്യാധികളിൽ നിന്നുള്ള വിടുതൽ, ഡൊമീനിയൻ ഓവർ മാസ്റ്ററി ഓവർ സിക്നസ്. ഡൊമീനിയൻ എന്ന് പറഞ്ഞ വാക്കെന്താ? എബ്രായ ഭാഷയിൽ രാധ, that means mastery. ഈ ദിവസങ്ങളിൽ കർത്താവ് രോഗത്തിന്മേൽ ആധിപത്യം മാസ്റ്ററി എടുത്തു എന്ന് മാത്രമല്ല, കർത്താവിന്റെ സഭ, കർത്താവിന്റെ മണവാട്ടി, കർത്താവിന്റെ ശരീരവും രോഗവ്യാധികളുടെ മേൽ യേശു രോഗത്തിന്റെ മേൽ കർത്തൃത്വം ഏറ്റെടുത്തു, ആധിപത്യം നേടിയെടുത്തു എന്ന് മാത്രമല്ല, ഇന്ന് ക്രിസ്തുവിലായിരിക്കുന്ന മണവാട്ടിയായ ഞാനും നീയും രോഗത്തിന്റെ മേൽ എനിക്ക് ആധിപത്യമുണ്ട്. I have mastery. I will take mastery. I will take control. I will take dominion. I will take authority. I will take control. നമുക്കിവിടെ യേശുവിനെ കാണാം. യേശു നോക്കി നിൽക്കുകയല്ല. Jesus was attacking a sickness. തന്റെ എതിരാളിയായി, തന്റെ ശത്രുവായി, താൻ ഏറ്റവും വെറുക്കുന്ന മനുഷ്യന്റെ ശത്രുവായ രോഗത്തെ യേശു He was attacking sickness. And I decree and declare that you will not pamper with sickness, but you will attack sickness to the very root. That you will take dominion over sickness. Hallelujah. അന്നുകം തകരും, അന്നുകം ബ്രേക്ക് ആകും, ആ രോഗം സൗഖ്യമാകും, ആ വ്യാധി സൗഖ്യമാകും, ആ മാനസിക വിഭ്രാന്തികൾ സൗഖ്യമാകും, ആ വന്ധ്യത സൗഖ്യമാകും, നിന്റെ ഡയബറ്റീസ് സൗഖ്യമാകും, നിന്റെ പ്രഷർ ഹൈപ്പർ ടെൻഷൻ സൗഖ്യമാകും, നിന്റെ മൈഗ്രെയിൻ മാറും, നിന്റെ ഹോർമോണൽ ഇംബാലൻസുകൾ മാറും, നിന്റെ ശരീരത്തിൽ കുടിയേറി പാർക്കുന്ന എല്ലാ രോഗത്തിനും നിങ്ങൾക്കും ഒരു ഡെത്ത് വാറന്റി, ഒരു ഡെത്ത് വാറന്റി റിലീസ് ചെയ്യുകയാണ്. Today I declare and decree as a man of God a death warranty. പിശാചേ, പൈശാചിക ദുരാത്മ മണ്ഡലങ്ങളെ, രോഗമേ, വ്യാധികളെ, എന്റെ ശബ്ദത്തിന്റെ റേഞ്ചിൽ വന്നിരിക്കുന്നത് നിന്റെ മേൽ I declare a death warranty. ഈ കൂടാരങ്ങൾ വിട്ട്, ഈ ഭവനങ്ങൾ വിട്ട്, ഈ ജീവിതങ്ങൾ വിട്ട് കർത്താവിന്റെ നാമത്തിൽ പോകുവാൻ കൽപ്പിക്കുന്നു. No more sickness in the house of God. Amen. Hallelujah. No more sickness in the life of the people of God. മത്തായിയുടെ സുവിശേഷം 8-16 വാക്യം. Yes. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. Okay, hallelujah. കുഷ്ഠരോഗി സൗഖ്യമാകുന്നു. 100 പട്ടാളക്കാരുടെ അധിപതിയായ ശതാധിപന്റെ ബാല്യക്കാരൻ മരണാസന്ന നിലയിൽ നിന്ന് സൗഖ്യമാകുന്നു. മൂന്നാമത് പത്രോസിന്റെ അമ്മായിയമ്മ, സ്തോത്രം, ഹല്ലേലൂയ, കഠിന ജ്വരത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് സൗഖ്യമാകുന്നു. ഹല്ലേലൂയ. Yes. രാത്രി ആയപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ ഇതൊക്കെ പ്രവചിച്ച് അപ്പസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിന്റെ മേൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. രാത്രി ആയപ്പോൾ യേശുവിന്റെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ്, നമ്മുടെ നാഥനായ സഭയുടെ തലയുടെ അടുത്തേക്ക് രാത്രി ആയപ്പോൾ ഭൂതഗ്രസ്തരും അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി. സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. സകല ദീനക്കാർക്കും അവൻ സൗഖ്യം വരുത്തി. When the evening was come, they brought unto him many that were possessed with devils, and he cast out the spirits with his word and healed. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് and he healed them. ഹല്ലേലൂയ. കുരുടരെ സൗഖ്യമാക്കി, മുടന്തരെ വെറുതെ വിട്ടു. അല്ല, he healed them. എല്ലാ വ്യാധികളുടെ മേലും, എല്ലാ രോഗത്തിന്റെ മേലും ക്രിസ്തു ആധിപത്യം നേടിയിരിക്കുന്നു. അത് എനിക്കും നിനക്കും സഭയ്ക്കും ദൈവം കൈമാറിയിരിക്കുന്നു. ഇന്ന് ശബ്ദം കേൾക്കുന്ന നിന്റെ മേലുള്ള രോഗത്തിന്റെ അടിമത്വം ഇതാ യേശുവിൻ നാമത്തിൽ. It's divine dominion over sickness and infirmity. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 28-34 വരെയുള്ള വാക്യങ്ങൾ അവിടെ വായിക്കുന്നത്, ഗദ്രദേശത്തെ ഭൂതഗ്രസ്ത സുബോ
ബോധമില്ലാതെ ലഗ്യോനാൽ ബാധിച്ച 6000 ഭൂതങ്ങൾ കുടിയേറി പാർക്കുന്ന ഈ മനുഷ്യനെ കർത്താവ് വിടുവിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 1-8 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, Matthew chapter 8 and 9 are documents, divine, ദൈവത്തിന്റെ ഡോക്യുമെന്റുകളാണ്, ദൈവത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്യുമെന്റുകളാണ്. ദൈവജനമേ, യേശു നമുക്ക് വേണ്ടി അത് ചെയ്തുവെങ്കിൽ ദൈവസഭയ്ക്കും അങ്ങനെ തന്നെ ചെയ്യുവാനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. Hallelujah. And today, God, we take that divine responsibility. Amen. Hallelujah. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1-8 വരെയുള്ള വാക്യത്തിൽ പക്ഷവാതക്കാരൻ 4 പേർ ചുമന്നുകൊണ്ട് വരികയാണ്, പക്ഷവാതക്കാരൻ സൗഖ്യമാകുകയാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 18-25 വാക്യം വരെ ആ അധ്യായത്തിൽ 2-ാമത്തെ അത്ഭുതം, യായിറോസിന്റെ മകൾ ഓൾമോസ്റ്റ് മരിച്ചില്ല എന്ന് പറഞ്ഞ് കിടക്കുന്നു. യേശു പറയാ, നമുക്ക് പോകാം, അവളെ സൗഖ്യമാകാം. ഇടയിൽ യായിറോസിന്റെ മകൾ മരിച്ച യായിറോസിന്റെ മകളെ യേശു ഉയർപ്പിക്കുകയാണ്. Can you see Jesus? യേശുവിനെ കാണുവാൻ കഴിയുമോ? ക്രൂശിൽ നമുക്ക് വേണ്ടി തികച്ചെടുത്ത ആ യാഗത്തിന്റെ വില നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ, sickness, you've lost your power. Demons, you've lost your power. Death, you have lost your power. മരണമേ, നിന്റെ ശക്തി ഞങ്ങളുടെ മുമ്പിൽ നിർവീര്യമായി. Get ready church, get ready. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം യായിറോസിന്റെ മകൾ ജീവനിലേക്ക് വരുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ മധ്യത്തിൽ 12 വർഷം രക്തസ്രാവമുള്ള ഈ സ്ത്രീ പല വൈദ്യന്മാരാലും സ്തോത്രം അവിടെയും ഇവിടെ എല്ലാം അലഞ്ഞിറന്നു ഓരും. ഞാൻ പ്രവചിക്കുന്നു, ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി അതിൽ പരിഹാരമില്ലാതെ വിഷമിച്ച് വേദനിച്ച് നിൽക്കുന്ന ജനത്തിന് ഇതൊരു വിശ്രാമ സ്ഥലമായിരിക്കും. ഇതൊരു ഹോം ആയിരിക്കും. ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ചിലരെയൊക്കെ ദൈവം റെക്രൂട്ട്, ചിലരെയൊക്കെ ദൈവം അഭിഷേകം ചെയ്യുകയാണ് അങ്ങനെയുള്ള ദൈവത്തിന്റെ സൗഖ്യത്തെ ശുശ്രൂഷിക്കുവാൻ. ആമേൻ. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ 27-ാമത്തെ വാക്യം. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. 2 കുരുടന്മാർ, സ്തോത്രം, ഹല്ലേലൂയ. പക്ഷപാതകൻ ലയമായ വ്യക്തി നടക്കുന്നു. മരണാസന്ന നിലയിൽ കിടന്ന യായിറോസിന്റെ മകൾ മരിച്ചു, അവൾ ഇത് ജീവിക്കുന്നു. Can you see who is Jesus? യേശുവിനെ കാണുവാൻ കഴിയുമോ തിരുവെഴുത്തുകളിൽ? Jesus healed the incurables. മാനുഷിക ശക്തി കൊണ്ട് സൗഖ്യമാക്കുവാൻ കഴിയാത്തവരെ സൗഖ്യമാക്കുന്ന ഒരു നാഥനാണ്, സൗഖ്യദായകനാണ്. Jesus Christ the healer. We praise Christ the healer. Amen. Hallelujah. If you're incurable, the good news is Jesus can heal you. 29-ാമത്തെ വാക്യം. Yes. അവൻ അവരുടെ കണ്ണ് തൊട്ടു, അവരുടെ കണ്ണ് തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. കർത്താവ് തൊട്ടു. യെസ്. എന്ത് സംഭവിച്ചു? ഉടനെ അവരുടെ കണ്ണ് തുറന്നു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. നമ്മുടെ സുവിശേഷം 10-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ സ്തോത്രം, one document of healing after another. സൗഖ്യത്തിന്റെ ഒരു ഡോക്യുമെന്റ് കഴിഞ്ഞ് അടുത്ത ഡോക്യുമെന്റ്. ജീസസ് ഈസ് മാസ്റ്റർ ഓവർ സിക്നസ്. എന്താണ് മത്തായിയുടെ സുവിശേഷം 8-9 അധ്യായം വിളിച്ചു പറയുന്നത്? യേശു രോഗത്തിന്റെയും വ്യാധികളുടെ മേൽ കർത്താവാണ്, കർത്തൃത്വം എടുക്കുന്നവനാണ്. He has dominion over sickness. Hallelujah. He has mastery over sickness, disease and infirmity. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം, കൊർന്നേലിയസിന്റെ ഭവനത്തിൽ, കൊർന്നേലിയസ് സ്തോത്രം ഭക്തനായിരുന്നു, ദൈവത്തിന് വേണ്ടി കൊതിക്കുന്നവനായിരുന്നു. അവന് വെളിപ്പാട് ഉണ്ടാകുകയാണ്, ദൂതൻ വരികയാണ്. സ്തോത്രം ആ ഭാഗം നമുക്ക് അറിയാമല്ലോ. പത്രോസിനെ വിളിപ്പിക്കുന്നു. പത്രോസ് കൊർന്നേലിയസിന്റെ ഭവനത്തിൽ വരുന്നു. കൊർന്നേലിയസിന്റെ ഭവനക്കാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. വചനമെല്ലാം കേൾക്കുവാൻ ശ്രദ്ധിച്ച് ഇരിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് പ്രസംഗിക്കുകയാണ്. ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് ആദ്യമായി സുവിശേഷത്തിന്റെ സത്യവചനം കേട്ട് രക്ഷയിലേക്ക് വരുന്ന the first Gentile convert ആണ്. 8 വർഷങ്ങൾക്ക് ശേഷം യെരുശലേമിൽ നിന്ന് സുവിശേഷം യഹൂദന്മാരിൽ നിന്ന് ആദ്യമായി ഒരു ജാതിക പശ്ചാത്തലത്തിലുള്ള ഒരു മനുഷ്യൻ, ഒരു ഭവനം, ഒരു ദേശത്ത് സിസേറിയയിൽ ഒരു മനുഷ്യത്തിൽ പോകുകയാണ്. കൊർന്നേലിയസിന്റെ ഭവനം ദൈവപ്രവൃത്തികളുടെ ഒരു പ്രതലമായി മാറി. അവിടെ കൊതിയുണ്ട്, ദാഹമുണ്ട്, ആഗ്രഹമുണ്ട്, വാഞ്ചയുണ്ട്. ദൈവം എന്ത് പറഞ്ഞാലും കൽപ്പിച്ചാലും അത് കേൾക്കുവാൻ, അതനുസരിക്കുവാനുള്ള ഹൃദയത്തിന്റെ ഒരു ഞുറുക്കവും ഒരുക്കവും ഉണ്ട്. അതിന്റെ മധ്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുകയാണ്. നമുക്കറിയാം സ്തോത്രം, പത്രോസ് പ്രസംഗം നിർത്തുന്നതിന് മുമ്പ് എന്താ സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വീണു. കൊർന്നേലിയസിന്റെ മേൽ, കൊർന്നേലിയസിന്റെ ഭവനക്കാരുടെ മേൽ പരിശുദ്ധാത്മാവ് വീണു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് വീണതുപോലെ കൊർന്നേലിയസിന്റെ ഭവനക്കാരുടെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ അവരെല്ലാം ആത്മാവിനാൽ നിറഞ്ഞ്, അന്യഭാഷകളിൽ നിറഞ്ഞ് ആത്മാവിലായിത്തീരുന്ന ആ ഒരു പ്രതലം. അതിന്റെ മധ്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്ന യേശുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു പദം ഞാനൊന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സഭാ ചരിത്രത്തിൽ ഈ വചനം ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചു. ആ കഥയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാം വാക്യം പത്രോസ് അപ്പോസ്തലൻ യേശുവിനെ കുറിച്ച് പറഞ്ഞ വാക്ക് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതും കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. Now God anointed, how God anointed Jesus of Nazareth with the Holy Ghost and with power, how he went about doing good and healing all that were oppressed of the devil, for God was with him. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ പ്രവർത്തിച്ച് പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് നടന്ന ആ സംഭവം നിങ്ങൾ അറിയുന്നുവല്ലോ. How God
God anointed Jesus of Nazareth. എങ്ങനെ നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തി കൊണ്ട് അഭിഷേകം ചെയ്യുകയും യേശു നന്മ ചെയ്യുകയും ഭൂതം ദുരാത്മാവ് രോഗവ്യാധികൾ ബാധിച്ചവരെ സൗഖ്യമാക്കിക്കൊണ്ട് നടന്ന ആ സംഭവം നിങ്ങൾക്ക് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതും മത്തായി 8-ലും 9-ലും ഒക്കെ വായിച്ചതും പത്രോസ് കൂടെ ഉണ്ടായിരുന്നു. പറയുകയാണ് എങ്ങനെ ദൈവം നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും എങ്ങനെ യേശു നന്മ പ്രവർത്തിച്ചും പട്ടണം തോറും സഞ്ചരിച്ച് ദുരാത്മാവ് പീഡിപ്പിക്കുന്നവരെ ആത്മാവ് പീഡിപ്പിക്കുന്നവരെ രോഗവ്യാധികൾ കൊണ്ട് ക്രൂരമായി മനുഷ്യനെ പീഡിപ്പിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ട് ഒരു ട്രാൻസ്ലേഷൻ how God anointed Jesus of Nazareth with the Holy Spirit and with power and how he went about doing good, curing all who were under the tyranny of the devil because God was with him. Apostolic Living Faith Churchന്റെ ഒരു പ്രധാന ദൗത്യമാണ് സ്തോത്രം നമ്മുടെ മിഷൻ ബോർഡുകളിലും സ്റ്റേറ്റ്മെന്റുകളിലും ARC വരുമ്പോൾ സ്തോത്രം എഴുതി വെക്കുന്ന സ്വർണ്ണ അക്ഷരങ്ങളിൽ എഴുതി വെക്കുന്ന ഒരു വാക്കാണ് how God anointed Jesus of Nazareth. എങ്ങനെ ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തു അതുപോലെ തന്നെ ഒട്ടും കുറവല്ലാതെ എന്നെയും നിന്നെയും അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവമാണ്. യേശുവിനെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നുവോ അത് നമ്മെ കുറിച്ച് പരിശുദ്ധാത്മാവ് ആക്കി തീർക്കുന്ന ഒരു പ്രക്രിയയിലാണ്. Hallelujah. And I believe with all my heart we are at the threshold of something great and big, something that is mega miraculous, something too hard for us to comprehend. പെട്ടെന്ന് ഞാൻ ചരിത്രത്തിലേക്ക് ഒന്ന് വരാം. Hallelujah. 1875 1875 സ്തോത്രം സിഡ്നി ഓസ്ട്രേലിയയിലെ ഒരു ഗ്രാമം ന്യൂട്ടൺ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ ഒരു വലിയ പകർച്ചവ്യാധി ഉണ്ടാകുവാനിടയായി തീർന്നു. ഇറ്റ് വാസ് എൻ എപ്പിഡമിക്. കോവിഡ് വന്ന പോലെ തന്നെ അതൊരു പാൻഡമിക് ആയിരുന്നു, എല്ലാ ദേശത്തിലും വന്നു. പക്ഷേ ഓസ്ട്രേലിയ സിഡ്നിയുടെ ഒരു സ്ഥലത്ത് ഒരു ഗ്രാമപ്രദേശങ്ങളിൽ അത് ഒരു പകർച്ചവ്യാധി മീസൽസ് ഡിഫ്തീരിയ എന്ന പോലെ കഠിനമായ ജ്വരം ഉണ്ടാക്കുന്ന ഒരു പ്ലേഗ് ബാധിക്കുവാനിടയായി തീർന്നു. കൂട്ടമായി ജനം മരിക്കുകയാണ്, ഈച്ചകൾ മരിക്കുന്ന പോലെ ജനം മരിച്ചു വീഴുകയാണ്. അതിന് മധ്യത്തിൽ ജോൺ അലക്സാണ്ടർ ഡവി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സ്കോട്ട്ലൻഡിൽ ജനിച്ചു. തന്റെ പേരൻസ് സ്കോട്ടിഷ് പേരൻസ് ആയിരുന്നു. UK എഡിൻബർഗിൽ ജനിച്ചു. അത് കഴിഞ്ഞ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ജീവിക്കുന്നതിന് മധ്യത്തിലാണ് ജോൺ അലക്സാണ്ടർ ഡവി തന്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയും താൻ ബൈബിൾ കോളേജിൽ ആസ്ബറിയിൽ പോയി താൻ എഡിൻബർഗിൽ പോയി ബൈബിൾ പഠനം പൂർത്തീകരിച്ച് ഒരു പാസ്റ്ററായി മാറുന്നത്. 1875 ഈ മഹാപകർച്ചവ്യാധി ആൾക്കാരെ കൊല്ലുന്നതിന്റെ മധ്യത്തിൽ താൻ ശുശ്രൂഷിക്കുകയാണ്. തന്റെ സഭ തിരക്കേടില്ലാത്ത വലിയൊരു സഭയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും മരുന്നുകൾക്കും ചികിത്സിക്കുവാൻ കഴിയാതെ ഈച്ച മരിക്കുന്ന പോലെ ജനം മരിക്കുക. ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു വീഴുകയാണ്. ജോൺ അലക്സാണ്ടർ ഡവി യൗവനക്കാരനാണ്, ഒരു പാസ്റ്ററാണ്. തന്റെ സഭയെ തന്റെ ജനത്തെ അധികമായി സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. 40 ആൾക്കാരെ കുഴിച്ചിട്ട് അവർക്ക് വേണ്ടിയുള്ള ഫ്യൂണറൽ സർവീസുകൾ നടത്തി 3 ആഴ്ചകൾ കൊണ്ട് തന്റെ സഭയിൽ 40 ആൾക്കാർ മരിച്ചു. പ്രായ വ്യത്യാസമില്ലാതെ കുഞ്ഞുങ്ങൾ പ്രായമുള്ളവർ ഉൾപ്പെടെ 40 വരെ താൻ കുഴിച്ചിട്ടു. 30 പേര് മണ്ണാസന നിലയിൽ അന്ത്യശ്വാസം വലിച്ച് ഗ്യാസ് ചെയ്ത് കിടക്കുന്ന വളരെ ക്രൂരമായി ഈ പകർച്ചവ്യാധി ഈ ഭയങ്കര ജ്വരം ബാധിച്ച് അങ്ങനെ ഒരു നിലവാരത്തിൽ ഒരു വീട്ടിൽ നിന്ന് ഓടി അടുത്ത വീട്ടിലേക്ക്, അടുത്ത വീട്ടിൽ നിന്ന് ഓടി അടുത്ത വീട്ടിലേക്ക് പോകുന്ന ജോൺ അലക്സാണ്ടർ ഡവി തന്റെ ഹൃദയം വേദനിച്ചു, തന്റെ ഹൃദയം ഭാരപ്പെട്ടു. 1870-കളിൽ ആ സമയങ്ങളിൽ ദൈവിക സൗഖ്യത്തെ കുറിച്ചുള്ള വെളിച്ചവും വെളിപ്പാടുമില്ല. എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവം തന്നു, ദൈവം തന്നു, ദൈവം തന്നു, ദൈവം തന്നു, ദൈവം എടുത്തു എന്നുള്ള ഒരു കാഴ്ചപ്പാടേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ അതെ പ്രൈസ് ദി ലോർഡ് ദൈവം എടുത്തു. അതെ താൻ ഈ 40 ആൾക്കാരുടെ ഭവനങ്ങളിൽ പോയി തന്റെ മക്കൾ നഷ്ടപ്പെട്ടവർ, ഭർത്താവ് നഷ്ടപ്പെട്ട, ഭാര്യ നഷ്ടപ്പെട്ട, അപ്പൻ നഷ്ടപ്പെട്ട എല്ലാവരോടും പോയി ആശ്വസിപ്പിക്കുകയാണ്. സ്തോത്രം. അവരെല്ലാം നല്ല സ്ഥലത്താണ്. പക്ഷെ ഹൃദയത്തിന്റെ ആഴത്തിൽ താൻ ഒരു വേദന കൊണ്ട് നടക്കുന്നുണ്ട്. 30 പേര് മണ്ണാസന നിലയിൽ കിടക്കുകയാണ്. അവരെയും താമസിക്കാതെ കുഴിച്ചിടേണ്ടി വരും. അതിന് മധ്യത്തിൽ തന്റെ ഹൃദയം വിങ്ങി വേദനിച്ച് താൻ തന്റെ പാർസനേജിൽ വന്ന് താൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്, ദൈവമേ ഇതെന്താ സംഭവിക്കുന്നത്? ഈ വ്യാധിയിൽ നിന്ന്, ഈ ക്രൂരമായ പീഡനത്തിൽ നിന്ന് ഒരു വിടുതലില്ലേ? അങ്ങയുടെ ഹിതമാണോ ഈ ജനം ഇങ്ങനെ മരിച്ചു വീഴുന്നത്? ഇത് അങ്ങയുടെ ഇഷ്ടമാണോ? താൻ കരഞ്ഞു വേദനിച്ച് കണ്ണുനീർ വാർക്കുന്നതിന് മധ്യത്തിൽ തന്റെ ഹൃദയം വേദനിക്കുകയാണ്, തന്റെ ഹൃദയം പിടയ്ക്കുകയാണ്. Oh God, where is our help? അനുമധ്യത്തിൽ സ്വന്തം താൻ കരഞ്ഞ്, ദൈവമേ നീ എന്നോട് ഇടപെടണമേ, ദൈവത്തിന്റെ വചനമാണല്ലോ സകല വിഷയത്തിനും ഉത്തരമുള്ളത് എന്ന് താൻ പ്രാർത്ഥിച്ച് കരഞ്ഞ ദൈവസന്നിധിയിൽ, ദൈവം നീ എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ, എന്നോടൊരു ദൂത് പറയണമേ. അപ്പോൾ പെട്ടെന്ന് ബൈബിൾ അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാം വാക്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് തന്റെ ശ്രദ്ധയെ തിരിക്കുകയും ഒരു ദൈവിക വെളിപ്പാട്, ഡിവൈൻ ഇൻസ്പിറേഷൻ തന്റെ ഹൃദയത്തിന്റെ ഉള്ളത്തിലേക്ക് ദൈവം പകരുകയാണ്. താൻ തിരിച്ചറിയുകയാണ് നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും യേശു നന്മ പ്രവർത്തിച്ചും രോഗവ്യാധികൾ ക്രൂരമായ പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കിയ ആ വാർത്ത കേട്ടിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് തന്റെ ഹൃദയത്തിൽ, ഡവി ഈ മനുഷ്യരെ കൊല്ലുന്നത് ഞാനല്ല, മനുഷ്യർ മരിക്കുന്നതിന്റെ കാരണം ഞാനല്ല, I am not behind this foul demonic sickness. അപ്പോൾ ഡവി പറയുകയാണ്, തന്റെ കണ്ണ് പ്രകാശിച്ചു, കണ്ണ് തുറന്നു വന്നു. ഡവിയുടെ വാക്കുകൾ, I saw the way of God's healing. Hallelujah. Hallelujah. പിശാചേ, പന്ന പിശാചേ, നീയാണ് ജനങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുന്നത്, രോഗത്തിലാക്കി വെക്കുന്നത്, അവരുടെ സമയത്തിന് മുമ്പേ കൊല്ലുന്നത്. പിശാചേ, നിന്റെ പൈശാചിക പ്രവർത്തിയാണ്. It is your cruel, oppressive, tyranny-filled, demonic, defiling, destructive work. തന്റെ ഹൃദയത്തിൽ വെളിപ്പാട് കിട്ടുക, ദൈവമല്ല രോഗത്തിന്റെ പിന്നിലുള്ള സ്രോതസ്. God is not the author of sickness. God is not the source of sickness.
Devil is the author of sickness and infirmities and diseases. തന്റെ ഹൃദയത്തിൽ ഒരു ദൈവിക വെളിപ്പാടുകൾ കത്തുകയാണ്. Hallelujah. A divine light that Jesus is the healer and deliverer and Satan is the oppressor and destroyer. യേശു വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ, അതിനെ കെട്ടുവാൻ. തന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നു വന്നു. താൻ കണ്ണുനീരോട്, ദൈവമേ എന്റെ ജനം മരിക്കുകയാണ്, മണ്ണത്തോട് മല്ലടിക്കുകയാണ്, അതിന്റെ മധ്യത്തിൽ ദൈവമേ അങ്ങയുടെ ഈ സത്വാർത്ത ഞാൻ പ്രസംഗിക്കും. ജനം മരിച്ചാലും സാരമില്ല. I will preach the truth that Christ is the healer, Christ is the deliverer. മരിച്ചാൽ മരിക്കട്ടെ, but I will not stop preaching the divine healing message. താൻ ഇതെല്ലാം ചിന്തിച്ച് തന്റെ ജീവിതത്തെ സമർപ്പിക്കുന്ന മധ്യത്തിൽ പെട്ടെന്ന് തന്റെ കഥകിൽ കൊട്ടുകയാണ്. രണ്ടുപേരും ഓടി കഥച്ചു വരിക. പാസ്റ്റർ ഡവി, ഹല്ലേലൂയ. നമ്മുടെ കൊച്ചു മേരി നിലയിലായിരിക്കുന്നു, അവൾ മരിക്കാൻ പോകുന്നു. പാസ്റ്ററെ ഓടി വരണമേ. അവളുടെ ദൈവസഭയിൽ മേരി എന്ന് പറഞ്ഞൊരു ചെറിയ പൈതലുണ്ടായിരുന്നു. മേരിയുടെ സഹോദരി എല്ലാവരും ജ്വരം പിടിച്ച് മരിക്കാൻ കിടക്കുകയാണ്. ഡവി ഓടുകയാണ്. വെളിപ്പാട് തന്റെ ഹൃദയത്തിൽ കത്തുന്നു. ഡവി ഓടുകയാണ്. അന്ന് വരെ പോയി ദൈവമേ സൗഖ്യമാക്കണമേ, ദൈവമേ നീ വിടുവിക്കണമേ. താൻ കരഞ്ഞ് പ്രാർത്ഥിക്കുക. എന്റെ പ്രാർത്ഥനകൾക്കൊന്നും ഒരു പവറും ഇല്ലല്ലോ, ഒന്നും മാറുന്നില്ലല്ലോ, ഇത് ദൈവത്തിന്റെ ഹിതമാണോ ഈ ജനം മരിക്കുന്നത് എന്ന് വിഷമിച്ചിരിക്കുന്നതിന്റെ മധ്യത്തിലാണ് why are my prayers unanswered, why are my people not getting healed? ഈ കരച്ചിലിന്റെ ഇടയ്ക്കാണ് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ താൻ പ്രാപിക്കുകയും. ഇതാ ഡവി സ്തോത്രം എഴുന്നേറ്റ് അവിടെ പോകുമ്പോൾ അവിടെ ഡോക്ടറുണ്ട്. പൾസും ബി പി ഒക്കെ നോക്കുമ്പോൾ എല്ലാം പോയി. നീ ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതിയാൽ മതി. മണ്ണത്തോട് മല്ലടിക്കുന്ന, ഗ്യാസ് ചെയ്യുന്ന, അന്ത്യശ്വാസത്തിന് വേണ്ടി മല്ലിടുന്ന ഈ മേരി അവിടെ കിടക്കുകയാണ്. ഡോക്ടർ നോക്കി പറയാ, ദൈവം എത്ര വിചിത്രമായാണ് പ്രവർത്തിക്കുന്നത്. How God works in mystery. നമുക്ക് ഒന്നും പിടിയിട്ടുന്നില്ലല്ലോ. ദൈവം വിചിത്രമായൊക്കെ പ്രവർത്തിക്കുക. ഈ കൊച്ചുകുട്ടി അങ്ങനെ ചോദ്യത്തോടും ഈ മരണത്തിന് പിന്നിൽ ദൈവമാണ് എന്നൊക്കെ ആ ആശയത്തിൽ ഡവി നിർത്തി. No doctor, this is not the work of God. ഈ മേരി മരിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയല്ല. This is the work of Satan and I charge in the name of Jesus. താൻ ദൈവത്തോട് കരഞ്ഞു നിലവിളിച്ചു, Christ the healer and I pray. മരിക്കാൻ കിടന്ന മേരി, അന്ത്യശ്വാസം വലിച്ച് ഗ്യാസ് ചെയ്യുന്ന മേരി, പെട്ടെന്ന് അവിടെ മേൽ ദൈവശക്തി ഇറങ്ങുവാൻ ഇടയായിട്ടുണ്ട്. അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു. അവൾ സൗഖ്യമായി. ഹല്ലേലൂയ. അവൾ മരണകരമായ ആ ജ്വരത്തിൽ നിന്ന്, ആ രോഗത്തിൽ നിന്ന് പുറത്തു വന്നു. ഡവിക്ക് മനസ്സിലായി, Jesus is not just a savior, he is the healer. എല്ലാ രോഗത്തിന്റെ പിന്നിൽ, സമയത്തിന് മുമ്പിലുള്ള എല്ലാ മരണത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ദുരാത്മ ശക്തികളെ ഡവി പിടിച്ചെടുക്കുവാൻ ലോകത്തിൽ ഒരു വലിയ വെളിപ്പാടായി ഡവിയുടെ ഹൃദയത്തിൽ. ഉടനെ മേരിയുടെ സഹോദരനും സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരും ക്ഷണത്തിൽ ഹല്ലേലൂയ ദൈവിക സൗഖ്യത്തിന്റെ ഒരു ചലനം ആരംഭിച്ചു. ചരിത്രം പറയുന്നത് ഡവിയുടെ സഭയിൽ പിന്നെ അത് കഴിഞ്ഞ് ഒരു മരണം ഉണ്ടായില്ല. ആ പകർച്ചവ്യാധി ചുറ്റും അനേകർ മരിച്ചെങ്കിലും ഡവിയുടെ സഭയിൽ രോഗം സംബന്ധിച്ച് ഈ പകർച്ചവ്യാധി കാരണം, ആ പ്ലേഗ് കാരണം പിന്നെ ഒരു മരണം അവിടെ ഉണ്ടായി. Hallelujah. They were kept from the power of sickness. He was a young pastor who learned how to take dominion over sickness. John Alexander Dovey is known as the father of modern divine healing. Divine healing in the modern divine healing ministry. The apostle of healing എന്ന് അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. തന്റെ ഹൃദയം ദൈവിക സൗഖ്യത്തിന്റെ വെളിപ്പാടുകളാൽ കത്തുവാൻ തുടങ്ങി. താൻ ഓസ്ട്രേലിയയിൽ ചുറ്റി സഞ്ചരിച്ച് യേശു പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കൂ എന്ന് മാത്രമല്ല, യേശു രോഗങ്ങളിൽ നിന്ന് നമ്മെ സൗഖ്യമാക്കുന്നവനാണെന്ന് ആ ദൈവിക ഹല്ലേലൂയ ലീവ്സ് ഓഫ് ഹീലിംഗ് എന്ന് പറഞ്ഞ മാസപത്രിക, എവറി മന്ത് ലെറ്റേഴ്സ് ലീവ്സ് ഓഫ് ഹീലിംഗ് പത്രിക എഴുതി സൗഖ്യമാക്കുന്ന യേശുവിനെ ജനത്തിന് പരിചയപ്പെടുത്തുവാനും, ഏത് രോഗത്തിലും വ്യാധിയിലും ആയിരിക്കുന്ന നിങ്ങൾ യേശുവിന്റെ നാമത്തെ വിളിച്ചാൽ, യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ട്. ലീവ്സ് ഓഫ് ഹീലിംഗ്. ഹല്ലേലൂയ. ആമേൻ. താൻ സ്തോത്രം ഓസ്ട്രേലിയയിൽ അങ്ങും ഇങ്ങും ഒക്കെ പോയി സഞ്ചരിച്ച് ഈ ദൈവിക സൗഖ്യ ഡിവൈൻ ഹീലിംഗ്, ഡൊമിനിയൻ ഓവർ സിക്നസ്, രോഗവ്യാധികളുടെ മേൽ ക്രിസ്തുവിന് ആധിപത്യമുണ്ട്, മാസ്റ്ററി ഉണ്ടെന്ന ആ മെസ്സേജ് സംസാരിക്കുകയും പറയുകയും ജനങ്ങളെ സൗഖ്യത്തിലേക്ക് നടത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ അത്ഭുത മനുഷ്യൻ. 1888 ദൈവിക പ്രേരണ ഉണ്ടായി. ഓസ്ട്രേലിയയിൽ നിന്ന് താൻ അമേരിക്കയിലേക്ക് പോകുന്നു. അമേരിക്കയിൽ പോയി അവിടെയും ഡിവൈൻ ഹീലിംഗിന്റെ മെസ്സേജ് താൻ പ്രഖ്യാപിക്കുന്നു. ഫ്രാൻസിസ്കോയിൽ നിന്ന്, കാലിഫോർണിയയിൽ നിന്ന് അവസാനം താൻ ഷിക്കാഗോയിൽ വന്ന് തന്റെ ഹൃദയത്തിൽ അസാധാരണമായ ഒരു പ്രേരണ. 100 വർഷങ്ങൾക്ക് മുമ്പ്, 120 വർഷങ്ങൾക്ക് മുമ്പേ മെഡിക്കൽ സയൻസ് ഇന്നത്തെ പോലെ അത്രയും ഡെവലപ്ഡ് അല്ല. ഇന്ന് ആധുനിക മോഡേൺ മെഡിക്കൽ സയൻസിൽ മരുന്നുകളുണ്ട്, ആന്റിബയോട്ടിക്കുകളുണ്ട്, ആന്റിവൈറലുകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള മരുന്നുകളും ഉപകരണങ്ങളും ഉണ്ട്. ടെക്നോളജി വർദ്ധിച്ചു. അന്നൊന്നുമില്ല. രോഗം പിടിപെട്ടാൽ മരണം ഉറപ്പാ, ക്യാൻസർ പിടിപെട്ടാൽ മരണം ഉറപ്പാ. അതിന്റെ മധ്യത്തിൽ സ്തോത്രം ഹല്ലേലൂയ താൻ ദൈവിക സൗഖ്യത്തിന്റെ ഈ സുവിശേഷ സത്യം താൻ പ്രഖ്യാപിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. 1988 നിന്ന് ഏകദേശം 12 വർഷം കഴിഞ്ഞപ്പോൾ തന്റെ ഹൃദയത്തിൽ വലിയ പ്രേരണയുണ്ടായി. താൻ സൗഖ്യത്തിന്റെ ഭവനങ്ങൾ, ഹീലിംഗ് ഹോമുകൾ ഉണ്ടാക്കുവാൻ തുടങ്ങി. ഇതുപോലെ വ്യാധികൾ ബാധിച്ച് ഗുരുതരമായിരിക്കുന്ന രോഗികൾ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ച് അവിടെ ഡോക്ടേഴ്സും നഴ്സസും അവിടെ എല്ലാവരും കൂടെ ചികിത്സിക്കുന്നത് പോലെ തന്നെ ഹീലിംഗ് ഹോംസ് സ്ഥാപിച്ച് ആ ഹീലിംഗ് റൂംസിൽ ഇതുപോലെ രോഗികളെ പരിചരിക്കുവാനുള്ള ഡിവൈൻ ഹീലിംഗ് ടെക്നീഷ്യൻസിനെ താൻ അപ്പോയിന്റ് ചെയ്ത് താൻ അവരെ പണിതെടുത്തു, താൻ അവരെ റൈസപ്പ് ചെയ്തു. ദിനരാത്രങ്ങൾ ആ ടീം സ്വന്തം ഈ രോഗികൾക്ക് വേണ്ടി സൗഖ്യം ശുശ്രൂഷിക്കുവാൻ ഇടയായി. കൂട്ടമായി ആ ഹീലിംഗ് റൂമുകളിൽ ജനം സൗഖ്യമാകുവാൻ തുടങ്ങി. 1900 തന്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹം, ദൈവിക ആഗ്രഹം വന്നു. ഹല്ലേലൂയ. അടുത്തൊരു തലത്തിലേക്ക് ദൈവരാജ്യത്തിന്റെ തത്വങ്ങളും വിശ്വാസത്തിന്റെ പ്രമാണങ്ങളും, ഫെയ്ത്ത് പ്രിൻസിപ്പിൾസ്, ഫെയ്ത്ത് ഹീലിംഗ് മെസ്സേജസ്, ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾ, പ്രമാണങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് തന്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഷിക്കാഗോയിൽ ഒരു സ്ഥലം മരുന്നില്ലാതെ, അന്ന് മരുന്നിനോടൊക്കെ ഭയങ്കര എതിർപ്പാണ്. അതുകൊണ്ടാണ് ആദ്യകാല പെന്തക്കോസ്ത് പിതാക്കന്മാർ അവർ മരുന്ന് ഉപയോഗിക്കത്തില്ലായിരുന്നു. മരുന്ന് പറയുമ്പോൾ നോ, ദാറ്റ്സ് ഓഫ് ദ ഡെവിൽ, അത് പിശാചിന്റെ മരുന്ന്, ഹോസ്പിറ്റൽ വേണ്ട, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ട,
അതുപോലുള്ള കഠിന സാഹചര്യങ്ങളിൽ ഉരുവായ വിശ്വാസത്തിന്റെ ആ തലമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. സയോൺ സിറ്റി എന്ന് പറഞ്ഞ 10,000 ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയുന്ന ഒരു പട്ടണത്തെ താൻ സങ്കല്പിച്ചു. ദൈവരാജ്യത്തിന്റെ ദൈവവചനത്തിന്റെ തത്വങ്ങൾ പ്രമാണിച്ച് a community of people living under the constitution of the kingdom of God. 10,000 ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് വന്ന് ഒരുമിച്ച് അവരൊരു കമ്മ്യൂണിറ്റി ആയി ഒരുമിച്ച് ജീവിക്കുവാൻ. ഹല്ലേലൂയ. 7,000 ആൾക്കാർക്ക് ഒരുമിച്ച് സഭായോഗത്തിൽ ഒരുമിച്ചിരിക്കുവാൻ കഴിയുന്ന അസാധാരണമായ ഓഡിറ്റോറിയം എന്ന 126 വർഷങ്ങൾക്ക് മുമ്പേ ഷിക്കാഗോയിൽ ദൈവിക സൗഖ്യത്തിന്റെയും അത്ഭുതങ്ങളുടെയും വിടുതലുകളുടെയും ആഴമായ ഒരു പ്രവൃത്തി വെളിപ്പാടുകൾ. ഇന്ന് ദൈവസഭകളിൽ നാം കാണുന്ന ഡിവൈൻ ഹീലിംഗിന്റെ തത്വങ്ങൾ, പ്രിൻസിപ്പുകൾ, വെളിപ്പാടുകൾ അത് ആദ്യമായി ഉടലെടുത്തത് ജോൺ അലക്സാണ്ടർ ഡവിയുടെ ഹൃദയത്തിലും തന്റെ ശുശ്രൂഷകളിൽ അനേകം വന്ന് തന്റെ ശിഷ്യന്മാരായി പിൻകാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട അസാധാരണമായ ദൈവത്തിന്റെ മനുഷ്യരായി ഡവിയുടെ ശിഷ്യന്മാർ ജോൺ ജി ലേക്ക്, സൗത്ത് ആഫ്രിക്കയിലുള്ള പയനിയർ അപ്പസ്റ്റോളിക് ഹീലിംഗ് മിനിസ്റ്റർ ജോൺ ജി ലേക്ക്, ഗോർഡൻ ലിൻസെ, എഫ് ബോസ്വർത്ത്, സുവിശേഷത്തിന്റെ അതിശക്തമായ സുവിശേഷത്തിന്റെ പ്രസംഗർ, ഡിവൈൻ ഹീലിംഗ് മെസ്സേജിന്റെ പ്രസംഗകരായ എഫ് ബോസ്വർത്ത്, ആമി മെക്ഫേഴ്സൺ, സ്മിത്ത് വിഗിൾസ്വർത്ത്, റിച്ച്മണ്ട് റിച്ചി, ഇതുപോലെ ആയിരക്കണക്കിന് ശുശ്രൂഷന്മാർ തന്റെ ശുശ്രൂഷകളിലൂടെ ജനിച്ചു വീഴുവാൻ ഇടയായിത്തീർന്നു. He was a father who brought out many sons. അതിശക്തമായ ദൈവത്തിന്റെ സൗഖ്യത്തെ ശുശ്രൂഷിക്കുന്ന, ദൈവരാജ്യത്തിന്റെ സത്യങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവ മനുഷ്യനായി. വർഷത്തിന്റെ അവസാനമായപ്പോൾ 1907 ആയപ്പോൾ വീണ്ടും അവിടെ ഇടയിൽ വിഷയങ്ങൾ ഉണ്ടായി, പ്രശ്നങ്ങൾ ഉണ്ടായി. തന്റെ അവസാനം കുറച്ച് വേദനാജനകമായ ഒരു അവസാനമാണ്. അതിശക്തമായി ദൈവം തന്നെ ഉപയോഗിക്കുകയും താൻ ഒരു പ്രവാചക ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് ഒരു സമയത്ത് താൻ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം, വരുവാനുള്ള ഏലിയാവ് ഞാനാണ് എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള തെറ്റിലേക്കും ദുരുപദേശങ്ങളിലേക്കും ഒക്കെ താൻ പോകുകയും അങ്ങനെ ഒരു വലിയ വേദനാജനകമായ ഒരു അന്ത്യം തനിക്ക് ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. 59 വയസ്സിൽ ജോൺ അലക്സാണ്ടർ ഡവി മരണപ്പെടുവാൻ ഇടയായിത്തീർന്നു. The man died at the age of 59 years, but the legacy, the divine truth, തനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തിന്റെ ആ സത്യം ദൈവസഭയെ അലങ്കരിക്കുകയും സമ്മാനിക്കുകയും ക്രിസ്തുവിന്റെ നഷ്ടപ്പെട്ടു പോയ സൗഖ്യത്തിന്റെയും അത്ഭുതത്തിന്റെയും വിടുതലിന്റെ ശുശ്രൂഷകളെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു ദൈവ മനുഷ്യനാണ് ജോൺ അലക്സാണ്ടർ ഡവി. അവസാനത്തെ എന്റെ ട്രാജിക് ആയിരുന്നെങ്കിലും he is a general of faith. നമ്മുടെ കാലമുയർത്തി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ജോൺ അലക്സാണ്ടർ ഡവിയുടെ ജീവിതത്തിനായി, തന്റെ ലൈഫിനായി, തന്റെ ശുശ്രൂഷകൾക്കായി തന്നിൽ നിന്ന് ദൈവം തുറന്നുവിട്ട ആ ദൈവിക സൗഖ്യത്തിന്റെ വെളിപ്പാടുകൾക്കായി സ്തോത്രം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ.